നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദൈവഭക്തി നമുക്ക് തരേണ്ട ഏറ്റവും വലിയ പുണ്യം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതായത് ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവഭക്തി നമുക്ക് തരേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പരിശുദ്ധാത്മാവ്. പിന്നെ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് കുറച്ചുകൂടെ ഡൗൺ ടു എർത്തായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒരു ദൈവഭക്തനാണ്. ആ ദൈവഭക്തന് ഈ ലോകത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ, ദൈവഭക്തി ഇല്ലാത്തവന് ഇല്ലാത്ത ഒരു കാര്യം ദൈവഭക്തനുണ്ട്. എന്താ അത്? സമാധാനം, ദൈവഭയം, പോരട്ടെ, നിത്യജീവൻ, എളിമ, പോരട്ടെ, സ്നേഹം, ക്ഷമ, ആയില്ല, ആവുമ്പോൾ ഞാൻ പറയാം, പോരട്ടെ, ആനന്ദം, ഏതാ? വിശ്വാസം, പ്രത്യാശ, ജ്ഞാനം, പോരട്ടെ, കൃപ, പരിശുദ്ധാത്മാവ്, കരുണ. ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധി, വിശ്വാസം. ഒരു ദൈവഭക്തന് അറ്റ്ലീസ്റ്റ് എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്കിലും നോക്കിയിട്ട് പറ. ധൈര്യം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു ദൈവഭക്തന് ബാക്കി എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നന്മയാണ് ധൈര്യം. ജോബിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, നീ ഒരു ദൈവഭക്തനല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ പെരുമാറാമോ? സഹനം വരുമ്പോൾ നീ ഇങ്ങനെ കിടന്ന് പതറാമോ, കുതറാമോ, പരിഭ്രമിക്കാമോ? അപ്പോൾ ഒരു ദൈവഭക്തന് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് ധൈര്യമാണ്. ധൈര്യം, അതായത് ഒരു കാര്യത്തിലും പരിഭ്രമിക്കാതിരിക്കുക. അപ്പം ഇത് നമ്മൾ ഇതെവിടുന്ന് കിട്ടുന്നതെന്നറിയാമോ? ഇത് കിട്ടുന്നത് ദൈവം നമ്മുടെ കൺമുമ്പിലുണ്ട് എന്ന ഉറപ്പിൽ നിന്നാണ്. ഇത് കിട്ടുന്നത് ദൈവം നമ്മുടെ കൺമുമ്പിലുണ്ട്. എന്ത് സാഹചര്യം വന്നാലും അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം എല്ലാറ്റിനും മുകളിലാണ്. ദൈവം സർവശക്തനാണ്. എൻ്റെ ചാപ്പലിൽ ഞാനിങ്ങനെ ഒരു 3 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം 3 വാക്കുകൾ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. എത്ര വലിയ പരിഭ്രമവും ഭയവുമായിട്ടാണ് ഞാൻ എൻ്റെ ചാപ്പലിലേക്ക്, പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുന്നതെങ്കിലും ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ധൈര്യമാണ്. എനിക്ക് ധൈര്യം തരുന്ന ആ വാക്കുകൾ ഏതാണ്? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാറ്റിനും മുകളിലാണ്. ദൈവം സർവശക്തനാണ്. എല്ലാറ്റിൻ്റെയും ഭരണം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളെ ചിലപ്പോൾ ഭരിക്കുന്നത് മറ്റാളുകളാണെന്ന് നമുക്ക് തോന്നിയാലും അതിനൊക്കെ മുകളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാകുന്നില്ല? ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങളുടെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഓഫീസർ എന്നെ പിടിച്ചു നിർത്തി. നീ എന്തിന് പോന്നെന്നാണ് ചോദിക്കുന്നത്. കൂടെ നീ എന്തിനാണ് പോകുന്നത്? അപ്പോൾ എന്നെ ആദ്യത്തെ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും അല്ലേ, നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവർ പിടിച്ചു നിർത്തും. ഇത്തവണ എന്നെ പിടിച്ചു നിർത്തിയിട്ട് വിട്ടില്ല. സെക്കൻഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അതൊന്നും. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്ന സ്ഥലമാണത്. ആദ്യം വിട്ടില്ല. അപ്പോൾ ആദ്യം ഇരുന്ന ലേഡിക്ക് എൻ്റെ കുരിശും പിന്നെ ഞാൻ അച്ഛനാണെന്നൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലായ്മ അതവിടെ മുഖത്ത് പ്രകടമായിരുന്നു. പിന്നെ ചോദ്യങ്ങളെല്ലാം വളരെ പുച്ഛത്തോടു കൂടി, ധാർഷ്ട്യത്തോടു കൂടി, പറയുന്ന ഉത്തരങ്ങളിലൊന്നും അവൾക്ക് ഒരു തൃപ്തിയില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് തൃപ്തിയില്ല, അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. അടുത്ത സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ഇടിമുറി പോലാണ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? അറിയില്ല, എന്നൊക്കെ പോക്കി. സെക്കൻഡ് പോയിട്ടുണ്ടോ? സിസ്റ്റർ പോയിട്ടുണ്ടോ? ഓ, ജീവിച്ചിരിക്കുന്നല്ലോ എന്നിട്ടും. അപ്പോൾ അവിടെ ഈ
അവിടെ എന്തെന്നറിയാമോ, ഞാൻ നോക്കുമ്പോൾ മിക്കവാറും ഉള്ളവരൊക്കെ ഭയങ്കര പാനിക്കായിട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് പേര് കരയുന്നു. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അവർ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം അവർക്കൊക്കെ വിസ ഡിനൈ എൻട്രി ഡിനൈ ചെയ്തെന്ന് തോന്നുന്നു, അതാവണം. പിന്നെ വളരെ ടഫായ ഓഫീസേഴ്സാണ്. അവർ വരുന്നു, പിന്നെ ചിലരുടെ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. പാനിക് സിറ്റുവേഷനാണ്. എനിക്കുള്ള ഏക ആശ്വാസം തരുന്നതെന്ന് വെച്ചാൽ, ഇത് അബുദാബി വെച്ചാണ് ഞാൻ എത്തിക്കാതിനാണ് വന്നത്. അപ്പോൾ അബുദാബി വെച്ചാണ് നടന്നത്. എൻ്റെ ഏക ആശ്വാസം 4 മണിക്കൂറേ ഉള്ളൂ തിരിച്ചു പോകാൻ. ഈ ന്യൂയോർക്കിലെങ്ങാനും വന്നിട്ടാണ് തിരിച്ചു വിടുന്നതെങ്കിൽ ദൈവമേ എന്തോരം മണിക്കൂർ തിരിച്ചിരിക്കണം. വന്ന കാര്യം നടന്നുമില്ല. എൻ്റെ ഏക ആശ്വാസം അബുദാബിയിൽ ഇറങ്ങി 2 ദിവസമൊക്കെ നിന്നിട്ട് ഞാൻ പതുക്കെ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വളരെ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർ പിന്നെ ഓഫീസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, നിങ്ങൾ കേട്ടോ. സാധാരണ ഇമിഗ്രേഷൻ ഓഫീസർ ഇരിക്കുന്നു, നമ്മൾ നിൽക്കുന്നു, അങ്ങനല്ലേ? ഇവിടെ അങ്ങനല്ല. ഓഫീസർ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ടാണ് ചോദ്യം. അപ്പം ഞാൻ അവിടെ ഇരുന്ന്, എല്ലാവരും കരഞ്ഞുകൊണ്ടും വിഷമിച്ചുമൊക്കെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്ന് കൊന്തയൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ കഴുത്തിലൊരു കുരിശുമുണ്ട്, പിന്നെ കയ്യിലൊരു കൊന്തയുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ കൊന്തയൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനി എന്താ സംഭവിക്കാൻ പോണേ? ചിലപ്പോൾ എന്നെ തിരിച്ചു വിടുമായിരിക്കും. അപ്പോൾ തിരിച്ചു വിടുകയാണെങ്കിൽ പ്ലാൻ ബി, ജോൺ ബോൾ കയറിയിട്ടുണ്ട്, പോൾസൺ ബ്രദർ കയറിയിട്ടുണ്ട്, വിൽസനച്ചൻ വന്നിട്ടുണ്ട്, ധ്യാനം നടക്കും. ഞാനില്ലെങ്കിലും ധ്യാനം നടക്കും. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, എനിക്കെന്താ പേടിയില്ലാത്ത? എനിക്ക് പേടിയില്ല അവിടെ ഇരിക്കുമ്പോൾ. ഞാൻ 0% പാനിക്കാണ്, 0%. എനിക്ക് പേടിയേ ഇല്ല. തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോവും, ഇനി വിട്ടില്ലെങ്കിൽ വിട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു ധ്യാനത്തിനൊന്നും പോയിട്ട് ഇങ്ങനെ മുടക്കം വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു. ലേഡിയാണ്. അവർ വന്നിട്ട് എന്നെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും സ്നേഹമായിട്ട് എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. അതായത് ഇത്രയും സ്നേഹമായിട്ട് ഇത്. അപ്പം ഞാൻ ജോൺ ബോളിന് മെസ്സേജ് ഇട്ടു, നിങ്ങൾ പേടിക്കണ്ട, മദർ മേരി ഈസ് വിത്ത് മീ. എന്തൊരു സ്നേഹമായിട്ട് സംസാരിച്ചെന്നറിയോ? അവരെന്നോട് ചോദിച്ചു, നീ കാത്തലിക് പ്രീസ്റ്റാണോ? ഞാൻ പറഞ്ഞു അതെ. അവൾ പറഞ്ഞു, ഞാനും കാത്തലിക്കാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇപ്പോൾ കാത്തലിക്സ് ഒക്കെ ഭയങ്കര കുറവാണ്, ഭയങ്കര സാഡാണത്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സംഭവം പിടി കിട്ടിയോ? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഏത് സിറ്റുവേഷനിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ദൈവഹിതം മറിച്ചാണ്, ഞാൻ വരണ്ടാന്നാണെങ്കിൽ എന്താ? വരണ്ടാന്നാണെങ്കിൽ അവിടെ അത് സന്തോഷം. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിലാണ് എല്ലാം നടക്കുന്നത് എന്ന ബോധ്യം, ആ ബോധ്യമാണ് നമ്മിലെ ഭയം എടുത്ത് മാറ്റുന്നത്. 3-ാം സങ്കീർത്തനം എടുക്കാം. 3-ാം സങ്കീർത്തനം. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുകയാണ്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും. എടുത്തോ സങ്കീർത്തനം 3 കിട്ടിയോ? സാംസ് 3 കിട്ടിയോ? എന്നാ ഒന്ന് വായിച്ചതിനകത്ത്, കർത്താവേ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണെൻ്റെ രക്ഷാകവചവും മഹത്വവും, എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു.
ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കുമ്പസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന്മാർ ഉണ്ട്, കൺഫെഷൻ റൂമുകളിൽ അച്ഛന്മാരുണ്ട്, കുമ്പസാരിക്കാൻ പോകാവുന്നതാണ്. വായിച്ചോ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് അതിശക്തമായ അസാധാരണമായ ഒരു ധൈര്യം. ആ ധൈര്യം നമുക്കുണ്ടാവുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം നമ്മളെ സഹായിക്കും, കർത്താവ് കൈവിട്ട് കളയില്ല, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് സർവാധിപനാണ്. ഈ ഉറപ്പിൽ നിന്നാണ്. അതായത് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയില്ല. മറ്റൊരു സങ്കീർത്തനം എടുക്കാം. 56 സങ്കീർത്തനം. ഒരു സെക്കൻഡ്. ഓക്കെ, 56 സങ്കീർത്തനം. 56 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. സാംസ് 56, 3 and 4. 56 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കാമോ? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. അടുത്ത വാക്യം. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നു. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് മറ്റൊരു വചനമുണ്ട്. അത് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9. ജോഷുവ 1:9 വായിക്കാമോ? ശക്തനും, അങ്ങനെ കൂടെ വായിച്ചോ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. വചനം പറയുകയാണ്, അതായത് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ വചനങ്ങൾ, ഇത്രയും വചനങ്ങളൊന്ന് ഏറ്റെടുക്കുക. ഏതൊക്കെയാണ്? 3-ാം സങ്കീർത്തനത്തിലെ വചനം, 56-ാം സങ്കീർത്തനത്തിലെ വചനം, ജോഷുവ 1:9. അപ്പോൾ 1:9 ഈ വചനങ്ങളൊന്ന് ഏറ്റെടുത്തിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്ത് മാറ്റണം. നമുക്ക് ഭയം ഉണ്ടാവാൻ പാടില്ല. ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭയപ്പെടാൻ പാടില്ല, പരിഭ്രമിക്കാൻ പാടില്ല. നമുക്ക് മാനുഷികമായ ആകുലതകളൊക്കെ വരാം, മാനുഷികമായ ഭയം വരാം. പക്ഷേ ഒരു സെക്കൻഡിനപ്പുറത്ത് അതൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല. നമ്മൾ അതുകൊണ്ട് പരിഭ്രമിച്ച് വിഷമിച്ച് അങ്ങനെ ഒരു ആജീവനാന്ത ഡിപ്രഷനിൽ ജീവിക്കാൻ പാടില്ല. നമുക്ക് ധൈര്യം വേണം. ഈ അസാധാരണമായ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന, ദൈവം നമുക്ക് തരുന്ന വലിയൊരു ബോധ്യമാണ്. കർത്താവ് എൻ്റെ കൂടെ എപ്പോഴുമുണ്ട്. 16-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഇടത്തും വലത്തും മുൻപിലും പിൻപിലും താഴെയും മുകളിലും ഉള്ളിലും എല്ലാ വശത്തും ആര്? ദൈവം. ദൈവം. മനസ്സിലായോ? മുമ്പിലും പുറകിലും ഇടത്തും വലത്തും പിന്നെ അകത്തും പുറത്തും താഴെയും മേളിലും എല്ലായിടത്തും ദൈവം. ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഇത് നമ്മളോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവ് ഇങ്ങനെ നമ്മളെ സഹായിക്കും. ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മളെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എന്തോ പറഞ്ഞായിരുന്നു. അയ്യോ ഞാൻ എന്തോ പറഞ്ഞേ? ഏത് പ്രതിസന്ധിയിലും സഹായിക്കും. മനസ്സിലായോ? ഒരൊറ്റ ആൾ ആമയും പറയുന്നത് ഞാൻ കേട്ടില്ല. ഇനി നിങ്ങൾ പറയണ്ട, നിങ്ങൾ പണയണ്ട. അതായത് മനസ്സിലായോ? ഒരു പ്രോമിസ് എവിടെ കേട്ടാലും എന്താണ് വിശ്വാസം?
വിശ്വാസത്തിന്റെ നിർവചനം പറയൂ. കാണപ്പെടാത്ത. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? അത് 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 ആ നിർവചനം ഒന്നും വേണ്ട എനിക്ക്. എന്താണ് വിശ്വാസം എന്നറിയാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ കാണപ്പെടാത്തതുണ്ടെന്നുള്ള അതൊന്നും അല്ല. ആ സമയത്ത് മാതാവ് എന്ത് ചെയ്തു? മാതാവ് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആമേൻ. വിശ്വാസം സമം ആമേൻ. When you hear a truth, you say amen. That is your faith. മനസ്സിലാവുന്നുണ്ടോ? ഒരു സത്യം കേൾക്കുമ്പോൾ, ഒരു സത്യം ദൈവം വെളിപ്പെടുത്തുമ്പോൾ, ഒരു സത്യം ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുമ്പോൾ ഒരു ദൈവ വൈദ്യര് പറയുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ആമേൻ. അതാണ് വിശ്വാസം. മനസ്സിലായി? അതുകൊണ്ട് എവിടെ പ്രോമിസ് കേട്ടാലും അപ്പോൾ എന്ത് ചെയ്യണം? ആ ദൈവമക്കൾ ആമേൻ പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ അത് പ്രാക്ടീസായിട്ട് അത് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ആലോചിച്ച് ഇത്ര നേരം ഇരുന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ആമേൻ എന്ന് പറയുന്നതല്ല, മറിച്ച് അപ്പം തന്നെ ആമേൻ പറയണം. അല്ലേ? അപ്പം തന്നെ പറയണം. ദൈവത്തിൻ്റെ അപരിമേയമായ ഒരു ഇടപെടലിന് വേണ്ടി അപ്പോൾ തന്നെ ആമേൻ പറയണം. നിങ്ങൾ ഈ അന്തരീക്ഷത്തിലൊക്കെ ഒരുപാട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. വാഗ്ദാനങ്ങൾ കിടക്കുകയാണ്, ആർക്കും വേണ്ടാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. ആരും അത് എടുക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. ആസ്ക് ഓഫ് മീ, ഐ വിൽ ഗീവ് യു ദ നേഷൻസ് ആസ് യുവർ ഹെറിറ്റേജ് എന്ന് ഒരു വചനമുണ്ട്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും എന്നൊരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് ആമേൻ പറയണം. അതിനല്ല എല്ലാ പ്രോമിസിനും. എൻ്റെ ദൈവം എല്ലാ കാര്യങ്ങളും അപ്പോഴാണ് ദൈവം അത് തരുന്നത്. ദൈവം തരാൻ തയ്യാറാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ ആമേൻ പറഞ്ഞോണം. ആമേൻ പറയുന്ന ഒരു ശീലമാവണം. ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വാഗ്ദാനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൊന്നും വേണ്ട, അങ്ങ് ഏറ്റെടുത്താൽ മതി, സ്വീകരിച്ചാൽ മതി. അപ്പോൾ അത് നമ്മിൽ സംഭവിക്കും. സ്വീകരിച്ചാൽ മതി. നമ്മൾ അവിടെ ഇരുന്ന് അതങ്ങ്, കർത്താവേ ഇത് ഞാൻ ഏറ്റെടുക്കും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞ പോലെ അതങ്ങോട്ട് ഏറ്റെടുക്കണം. ഓക്കെ. അപ്പോൾ ഭയം മാറിപ്പോനെന്ന് കണ്ണടച്ചേ. ഒന്ന് കണ്ണടച്ചിട്ട് ഒരു നിമിഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ഭയമുണ്ടാകുമ്പോൾ ആരുടെ വചനത്തെയാണോ ഞാൻ പ്രകീർത്തിക്കുന്നത്, ആ ദൈവമായ കർത്താവിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയില്ല. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, എഴുന്നേൽക്കും. എന്തെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ശക്തനും ധീരനുമായിരിക്കണമെന്നും പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വചനം പറയുകയാണ്, നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങുന്നത് അവൻ്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കർത്താവേ, ഈ ഭയമുള്ള ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാമോ എല്ലാവരും? ഒരു അസാധാരണമായ ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കോ. നിങ്ങളെ ആരും നോക്കില്ല, ക്യാമറ നിങ്ങൾക്ക് നേരെ തിരിക്കില്ല. ഒന്ന് കൈപൊക്കിക്കോ. അതായത് എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്, എനിക്കത് ആത്മാവിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വചനം പറയുന്നത്. അപ്പോൾ കണ്ടോ, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കൈ ഉയർത്തി തന്നെ പിടിച്ചോ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു കാലത്ത് ഞാൻ വലിയ ഭയത്തിൻ്റെ അടിമയായിരുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് അസാധാരണമായ ധൈര്യം പിന്നീടുള്ള കാലങ്ങളിൽ തന്നു. ഞാൻ ഈ സമയത്ത് എൻ്റെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഈ ആലയത്തിൽ വെച്ച് ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയത്തിൻ്റെ വേരുകൾ സമ്പൂർണമായി ദൈവമേ നീ എടുത്തു മാറ്റി ഈ മക്കളെ വിടുവിച്ച് ധൈര്യമുള്ളവരായി പറഞ്ഞയക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് വലിയ ധൈര്യം തരും. അത് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് മെനക്കെട്ട് വന്നതല്ലേ ലീവൊക്കെ എടുത്ത്, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറച്ച് കൺവിക്ഷൻസ് കുറേ കൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ആഴമുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിക്കുന്നത്.
ഈ പറയണോ വേണ്ടതെന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കും. കാരണം നിങ്ങളുടെ ഒരു പെർഫോമൻസ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. അപ്പോൾ പിന്നെ ഞാനത് തുടങ്ങി നോക്കാം. അതായത് നിങ്ങൾ ഉടമ്പടി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ പറഞ്ഞേ, ഏത് ഉടമ്പടി? ആ കൃപാസനത്തിലെ ഉടമ്പടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാമായിരുന്നു നിങ്ങളത് പറയുമെന്ന്. അതായത് ഉടമ്പടി, ബൈബിളിലെ ഉടമ്പടികൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, ബൈബിളിലെ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് കവനന്റ്. സത്യം പറഞ്ഞാൽ ബൈബിളിൻ്റെ തിയോളജി ഈസ് കവനൻ്റൽ തിയോളജിയാണ്. ഉടമ്പടി ദൈവശാസ്ത്രമാണ് ബൈബിളിൻ്റെ ദൈവശാസ്ത്രം. എന്ന് പറഞ്ഞാൽ ബൈബിൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഉടമ്പടികൾ മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടമ്പടികളെക്കുറിച്ച് ഒന്ന് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ചില ഉടമ്പടികളിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ പറയുന്നില്ല, ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ ഒരു പഠിക്കാനുള്ള താല്പര്യം. അപ്പോൾ ഏതായാലും ഉടമ്പടികൾ ഏതൊക്കെയാണ്? അറിയാവുന്ന ഉടമ്പടികളൊക്കെ എന്ന് പറഞ്ഞേ. പറ. അക്ഷരമാല പറയാൻ പറയുമ്പോൾ ഇസഡ് മുതൽ തുടങ്ങരുത്. അല്ല, അബ്രാം മുതൽ ആദമാണ് ആദ്യത്തെ ഉടമ്പടി. ആദത്തോട് ചെയ്ത ഉടമ്പടിയാണ് ആദമിക് കവനന്റ്. എഴുതി വെച്ചോ. എവിടെ എഴുതും? സാരിയുടെ തുമ്പത്തോ വല്ലോ എഴുതും. ആദമിക് കവനന്റ് ഒന്നാമത്തെ ഉടമ്പടി. എഴുതി വെച്ചോണം കേട്ടോ, ഇന്ന് മുഴുവൻ എഴുത്തും പരീക്ഷയും ഒക്കെയാണ്. അപ്പോൾ ആദമിക് കവനന്റ് ഒന്നാമത്തെ ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി നോഹായിക്, നോഹയോട് ചെയ്ത ഉടമ്പടി. ബുക്കും പേനയുമായി വരാത്തവരെ നിങ്ങൾക്ക് ദുരിതം. അല്ല, നിങ്ങൾക്കല്ലയോ കഷ്ടം, ദുരിതമല്ല, പോട്ടെ. അപ്പോൾ രണ്ടാമത്തേതാണ് നോഹയോട് ചെയ്ത ഉടമ്പടി. മൂന്നാമത്തേത് എബ്രഹാമിക് കവനന്റ്, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. നാലാമത്തേത് മോസായിക്, സീനായി ഉടമ്പടി. അതാണ് മോശയുടെ ഉടമ്പടി, സീനായി ഉടമ്പടി അല്ലെ മൊസായിക് കവനന്റ്. അഞ്ചാമത്തേത് ഡേവിഡിക്, ദാവീദിനോട് ചെയ്ത ഉടമ്പടി, അഞ്ചാമത്തേത്. ആറാമത്തേത് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ ഇറക്കി വിടും. ആറാമത്തേത് പറയൂ. അറിയില്ലേ? ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി. അതിൻ്റെ വേറൊരു പേരാണ് യൂക്കരിസ്റ്റിക് കവനന്റ്, ദിവ്യകാരുണ്യ ഉടമ്പടി. ഇത്രയാണ് ബൈബിളിലെ ഉടമ്പടി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞോളൂ. ആദാമ്യ ഉടമ്പടി, നോഹയോട് ചെയ്ത ഉടമ്പടി, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, മോശയോട് ചെയ്ത ഉടമ്പടി, ദാവീദിനോട് ചെയ്ത ഉടമ്പടി, പുതിയ ഉടമ്പടി, ദിവ്യകാരുണ്യ ഉടമ്പടി. വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞല്ലേ അതെല്ലാം? പിന്നെന്താണോ തോറ്റുപോയത്? ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറഞ്ഞോ. ആദമിക്, നോഹായിക്, എബ്രഹാമിക്, മോസായിക്, ഡേവിഡിക്, യൂക്കരിസ്റ്റിക്, ന്യൂ കവനന്റ്. അപ്പോൾ 6 ഉടമ്പടികളാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടികൾ. പിന്നെ കുഞ്ഞു കുഞ്ഞു ഉടമ്പടികൾ വേറെയുണ്ട്. പ്രധാനമായും 6 ഉടമ്പടികൾ. ഇനി എന്താണ് ഉടമ്പടി? അടുത്ത ചോദ്യം, എന്താണ് ഉടമ്പടി? എന്താണ് ഉടമ്പടി? പറ. വാഗ്ദാനമാണോ ഉടമ്പടി? ഉടമ്പടി ഈസ് ആൻ എഗ്രിമെന്റ്. കവനന്റ് ഈസ് എ കോൺട്രാക്ട്, ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. രണ്ട് പേർക്കിടയിൽ നടക്കുന്ന ഒരു കരാറിൻ്റെ പേരാണ് ഉടമ്പടി. സോ what is a covenant? Covenant is an agreement between 2 parties. Covenant is an agreement. ഇനി എന്തിനായിരുന്നു ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നത്? ബൈബിളിൻ്റെ ആരംഭകാലങ്ങളിൽ അല്ലെങ്കിൽ ബൈബിൾ ലോകത്ത് ഉടമ്പടികൾ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക സാമൂഹിക പശ്ചാത്തലത്തിലാണ്.
ഒരാൾക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ മനുഷ്യബന്ധങ്ങളിൽ ട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാലമായിരുന്നു അത്. അതായത് ആർക്കും ആരെയും ആക്രമിക്കാം, കൊല്ലാം. അബ്രഹാം പറയുന്നുണ്ട് സാറായോട് അബ്രഹാം എന്താ പറഞ്ഞേ? ഈജിപ്തിൽ ചെല്ലുന്ന സമയത്ത് ഭാര്യയെ നീ ഇനി എൻ്റെ ഭാര്യയല്ല, നീ എൻ്റെ പെങ്ങളാണെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ നിന്നെ പെങ്ങളേന്നേ വിളിക്കൂ, അപ്പോൾ നീ എന്നെ ആങ്ങളേന്നേ വിളിക്കാവൂ, അല്ല ചേട്ടാ കൂട്ടാന്നൊന്നും വിളിക്കാൻ വരല്ല്, അല്ല അയാൾ എന്നെ പിടിച്ച് ജയിലിലിട്ടിട്ട് നിന്നെ കൊണ്ടുപോകും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ആർക്കും ആരെയും വിശ്വാസമില്ല. അപ്പം ഇതായിരുന്നു ആ കാലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നത് കുടുംബത്തിൽപ്പെട്ടവരെ മാത്രമേ ഉള്ളൂ. കുടുംബത്തിന് വെളിയിലുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് സമാധാനപൂർവമായി ജീവിക്കുന്നതിന് വേണ്ടി അവർ ഒരു കുടുംബ ബന്ധം പോലെയുള്ള ഒരു ബന്ധം രൂപപ്പെടുത്താനായി ഏർപ്പെട്ടിരുന്ന വ്യവസ്ഥയാണ് ഉടമ്പടി. അതായത് ആർക്കും എനിക്ക് നിന്നെ അബ്രഹാമിന് അബീമേലെക്കിന് വിശ്വാസമില്ല, അബീമേലെക്കിന് അബ്രഹാമിന് വിശ്വാസമില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും ചേർന്ന് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അപ്പോൾ അവർ ഒരു കുടുംബമായി മാറുന്നു എന്നാണ് അവരുടെ അസംഷൻ. അപ്പോൾ ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല, നീ എന്നെ ഉപദ്രവിക്കാനും പാടില്ല. അപ്പോൾ ഇതായിരുന്നു ഉടമ്പടിയുടെ ആരംഭം. ഉടമ്പടികൾ തുടങ്ങുന്നത് അങ്ങനെയാണ്, ആ പശ്ചാത്തലത്തിലാണ്. ഇനി ശ്രദ്ധിക്കാം, ഉടമ്പടികൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഉടമ്പടിക്ക് പ്രോമിസ് ഉണ്ട്, ഉടമ്പടിക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഉടമ്പടിയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണുള്ളത്? പ്രോമിസ് ഉണ്ട്. ഉടമ്പടി അനുസരിച്ച് ഞാൻ നിനക്ക് ഇന്ന 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 കാര്യങ്ങൾ ചെയ്തു തരും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ പാലിക്കണം. അപ്പോൾ ഉടമ്പടിക്ക് വാഗ്ദാനങ്ങളുമുണ്ട്, വ്യവസ്ഥകളുമുണ്ട്. ഉടമ്പടിക്ക് എന്തൊക്കെയുണ്ട്? വാഗ്ദാനങ്ങളുമുണ്ട്, വ്യവസ്ഥകളുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വാഗ്ദാനങ്ങളുമുണ്ട്, വ്യവസ്ഥകളുമുണ്ട്. അങ്ങനെ ബൈബിളിൽ കാണുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ആദമിക് കവനന്റ്, ആദാമ്യ ഉടമ്പടി. ഇനി എന്നെ ശ്രദ്ധിക്കുക, മറ്റ് ചില വിശദാംശങ്ങൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്നാമത്തേത്, ആദാമ്യ ഉടമ്പടി ദൈവം ഏർപ്പെട്ടത് ആരുമായിട്ടായിരുന്നു? ആദാമ്യ ഉടമ്പടി ആദവും ഹവ്വയും. സോ ദ ഫസ്റ്റ് കവനന്റ് വാസ് വിത്ത് എ കപ്പിൾ. ദമ്പതികളോടായിരുന്നു ആദ്യത്തെ ഉടമ്പടി. ബൈബിളിലെ ആദ്യത്തെ ഉടമ്പടി ആരോടാണ്? ഒരു കപ്പിളിനോടാണ്, ദമ്പതികളോടാണ്, ആദവും ഹവ്വയും. രണ്ടാമത്തെ ഉടമ്പടി ആരോടായിരുന്നു? നോഹയോടുള്ള ഉടമ്പടി ആരോടാണ്? യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തോടാണ്. ആദ്യത്തേത് ഒരു കപ്പിളിനോടാണ്, രണ്ടാമത്തേത് ഒരു കുടുംബത്തോടാണ്. ആ കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 7 8 പേര്. ആരൊക്കെയാണത്? 1 നോഹ, 2 നോഹയുടെ ഭാര്യയുടെ പേര് പറയൂ, മിസ്സസ് നോഹ. മൂന്നാമത്തേത് ആരാണ്? നോഹയുടെ 3 ആൺമക്കൾ. ആരൊക്കെയാണത്? ശ്യാം, മനോഹരൻ, പുഷ്കരൻ ഒന്നുമല്ല, ഷേം, ഹാം. ഇത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് ആളുകൾ. ഇത് ചോദിച്ചാൽ അപ്പം ആദ്യം പറയും ശ്യാം. ഓക്കെ, അപ്പോൾ നോഹയുടെ മക്കള് 3 പേര് ആരൊക്കെയാണ്? ഷേം, ഹാം, യാഫത്ത്. ഷേം, ഹാം, യാഫത്ത്. അപ്പോൾ എത്രയായി? 3 2 5 ഇനി ബാക്കി 3 പേരാരാണ്? ഷേമിൻ്റെ ഭാര്യ, ഹാമിൻ്റെ ഭാര്യ, യാഫത്തിൻ്റെ ഭാര്യ. അങ്ങനെ 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തോടാണ് രണ്ടാമത്തെ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി അബ്രഹാമിനോടാണ്. അതൊരു ട്രൈബിനോടാണ്, ഗോത്രത്തോടാണ്. സി, കപ്പിൾ, ഫാമിലി, ട്രൈബ്. ഉടമ്പടിയുടെ ക്യാൻവാസ് എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ബൈബിളിൽ. ആദ്യം ഒരു കപ്പിളിനോട്, പിന്നെ ഒരു കുടുംബത്തോട്, പിന്നെ ഒരു ട്രൈബിനോട്, ഒരു ഗോത്രത്തോട്. അബ്രഹാമിൻ്റെ ഗോത്രത്തോടാണ് ആ ഉടമ്പടി, അബ്രഹാമിൻ്റെ ആ കുടുംബ ആ കുലത്തോട്. അതാണ് അടുത്തത് ആരോടാണ്? മോശയോടാണ്. അത് ഒരു ജനതയോടാണ്, ഇസ്രായേൽ എന്ന ഒരു ജനതയോടാണ് ആ ഉടമ്പടി. കണ്ടോ, ക്യാൻവാസ് പിന്നെയും വലുതാവുന്നു. ഇസ്രായേൽ എന്ന ഒരു ജനതയോടാണ് ആ ഉടമ്പടി. ദാവീദിനോടുള്ള ഉടമ്പടി ഒരു രാജ്യത്തോടാണ്. ദാറ്റ്സ് എ റോയൽ കവനന്റ്, ഒരു രാജ്യത്തോടാണ് ദാവീദിനോടുള്ള ഉടമ്പടി. ഇനി
യേശുക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയോ? അത് ഈ ലോകം, സർവ്വലോകം മുഴുവനോടുമാണ്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ കവനന്റ്. അവസാനത്തെ ഉടമ്പടി ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ബൈബിളിലെ ആദ്യത്തെ കവനന്റ് അതാരോടാണ് ചെയ്തത്? ആദത്തോടാണ്. നമുക്കതുകൊണ്ട് ബൈബിളിൻ്റെ ആദ്യത്തെ പേജിലേക്ക് പോവാം. ഒന്നാമത്തെ പേജ് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. ഇനി 5-ാമത്തെ വാക്യം, സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. 8-ാമത്തെ വാക്യം, സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ഇനി 13-ാമത്തെ വാക്യം, സന്ധ്യയായി പ്രഭാതമായി 3-ാം ദിവസം. ഇനി 19-ാമത്തെ വാക്യം, സന്ധ്യയായി പ്രഭാതമായി 23-ാമത്തെ വാക്യം, സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. അടുത്തത് 31, സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. ഇനി 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. ഇപ്പം ഇവിടെ ബൈബിളിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടെ, ലിസൺ ടു മീ. ബൈബിളിൽ സൃഷ്ടി നടന്നതായി വിവരിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 7 ദിവസം. 7 ദിവസം സൃഷ്ടി വിവരണം എത്ര ദിവസം കൊണ്ടാണ്? 7 ദിവസത്തെ സൃഷ്ടി വിവരണമാണ് ആണല്ലോ. അപ്പോൾ ഈ 7 ദിവസത്തെ സൃഷ്ടി വിവരണം നമ്മളിത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? ഇതൊരു കെട്ടുകഥയാണോ? എന്ത് പറയുന്നു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇങ്ങനെ ദൈവം ഒരു ദിവസം ദൈവം ഇത് സൃഷ്ടിച്ചു, 2-ാമത്തെ ദിവസം, വാട്ട് ഡു യു സേ? ഇതെന്താണിത്? ഒരുപാട് ആളുകൾ ഇതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കാൻ 2-3 സൂചനകൾ പറയാൻ പോവാണ്. നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അതായത് ബൈബിൾ ഒരിക്കലും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലൂടെ ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാനല്ല ശ്രമിക്കുന്നത്. The Bible doesn't say how the world was created. How? അതല്ല ബൈബിളിൻ്റെ ഉദ്ദേശം. ഈ സൃഷ്ടി വിവരണത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ലോകം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ബൈബിള് വായിച്ച് ഇങ്ങനാണല്ലേ ലോകം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കാനല്ല. ദാറ്റ്സ് നോട്ട് ദ പേർപ്പസ്. ആണോ? അല്ല. മറിച്ച് ലോകം എന്തിനുണ്ടായി? ഇറ്റ്സ് നോട്ട് ദ ഹൗ ഓഫ് ക്രിയേഷൻ ബട്ട് ദ വൈ ഓഫ് ക്രിയേഷൻ. ദൈവം ഈ ലോകത്തെ എന്തിനു സൃഷ്ടിച്ചു? സോ വെൻ യു റീഡ് ചാപ്റ്റർ 1, you are not understanding, or no, you don't understand, or you don't evaluate the text how the world was created. Rather you understand from the text why the world was created. ഇത്ര മനസ്സിലായോ? ഈ ലോകം എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ലോക സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബേസിക് ട്രൂത്ത്, അടിസ്ഥാന സത്യങ്ങൾ പഠിപ്പിക്കാനാണ് ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുക. 2-ാമത്തെ കാര്യം, 1-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. The intention of Genesis chapter 1 is not to teach you how the world was created, but why the world was created. That is information number 1. 2, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ജനേസിസ് ചാപ്റ്റർ 1 to 11, 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 2-ാമത്തെ സംഗതി, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക സാഹിത്യ രൂപത്തിലാണ്. ഏതാണ് ആ സാഹിത്യ രൂപം? ഇറ്റ്സ് പോയട്രി. ഇത് കവിതയാണ്. It is poetry. Genesis chapter 1 to 11 is Hebrew poetry. Poetry. It's not history. It is poetry. എന്താ വ്യത്യാസം? Listen to me. 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എടുക്കണ്ട, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ
സിംഹാസനത്തിൽ വസിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ്. നിങ്ങൾ ഈ വചനം ലിറ്ററലി ആണോ മനസ്സിലാക്കുന്നത്? പറ, അക്ഷരാർത്ഥത്തിലാണോ മനസ്സിലാക്കുന്നത്? ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ അങ്ങ് വേണ്ട, നിങ്ങൾക്ക് അതൊക്കെ പറയുന്നതിനേക്കാളും ഞാൻ എളുപ്പത്തിൽ പറയാം. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. പോയട്രി എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ലിസൺ. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. ലിസൺ ടു മീ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. വാട്ട് ഈസ് ചന്ദ്രകളഭം? അറിഞ്ഞൂടാ അല്ലേ? എന്താണ് ചന്ദ്രകളഭം? അതൊന്നുമല്ല, നിലാവൊന്നുമില്ല. കളഭം എന്ന് പറഞ്ഞാൽ കുറി. കളഭം എന്ന് പറഞ്ഞാൽ കുറി. അപ്പോൾ ഈ മാനത്തെ ചന്ദ്രൻ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കവി അത് നോക്കുമ്പോൾ കവി കാണുകയാണ് എന്താണ്? ഈ തീരം ചന്ദ്രനാകുന്ന കുറിയിട്ട് ഉറങ്ങുകയാണ്. മനസ്സിലായോ? ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും. എന്തോ വാക്കെന്തോ മറന്നുപോയി. ഇന്ദ്രധനുസിൻ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ, ധനുസ് എന്ന് പറഞ്ഞാൽ എന്താ? മഴവില്ലെന്നാണ്, വില്ലെന്നാണ്. ധനുസ് എന്ന് പറഞ്ഞാൽ വില്ലെന്നാണ്. ഇന്ദ്രധനുസ് എന്ന് പറയുന്നത് എന്തിനെയാ? നിലാവിനെ തന്നെയാണ്. അതിൻ്റെ തൂവൽ കൊഴിയും എന്ന് പറഞ്ഞാൽ ഈ നിലാവ് വീണ് മനോഹരമായിട്ട് കിടക്കുന്ന തീരത്തെ കാണുമ്പോൾ കവിക്ക് തോന്നുകയാണ് എന്താണ്? ചന്ദ്രൻ്റെ തൂവൽ കൊഴിഞ്ഞ് കിടക്കുകയാണെന്ന്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഇതാണ് കവിതയാണ്, പാട്ടാണ്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആ തീരത്ത് നടന്ന് തൂവൽ പറക്കാൻ പോവോ? പറ. ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ ഊർജം പ്രാപിച്ച് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആലുവ പുഴയുടെ തീരത്ത് പോയി ഇത് പറക്കാൻ പോവുകയാണ്. എന്ത്? ഒരു 50 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്ത് തൂവല്? എന്തിൻ്റെ തൂവല്? ഇന്ദ്രധനുസിൻ്റെ തൂവല്. കവി എന്താണ് ഉദ്ദേശിച്ചത്? ഈ കവി പറഞ്ഞത് നുണയാണോ? പറ. കവിത നുണയാണോ? അല്ല. പക്ഷെ ആ കവിതയെ മനസ്സിലാക്കേണ്ടത് ഹിസ്റ്റോറിക്കലി അല്ല അതിനെ അനലൈസ് ചെയ്യേണ്ടത്. ആണോ? അല്ല. പോയട്രി ആയിട്ടാണ് അതിനെ അനലൈസ് ചെയ്യേണ്ടത്. ആ പോയട്രിയിലൂടെ കവി ഒരു കാര്യം പറയുകയാണ്. ഈ മനോഹരമായി നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഈ മനോഹര തീരത്ത് നിന്ന് എനിക്ക് പോകാൻ മനസ്സില്ല, ഒരു ജന്മം കൂടെ തരാവോ? അതാണ് കവി ഉദ്ദേശിക്കുന്നത്. അത് കവിതയായപ്പോൾ അതിനകത്ത് ഈ ഷെയ്ഡുകളെല്ലാം വന്നു. കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ വയ്യ, ഈ മനോഹര തീരത്തു നിന്ന് പോകാൻ വയ്യ. So when you read a poetry, you take the truth inside. You assimilate the truth, what the poet intends. അങ്ങനല്ലേ പോയട്രി വായിക്കുമ്പോൾ? അങ്ങനല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ, ഉൽപ്പത്തി വായിക്കുമ്പോൾ, രണ്ടാമത്തെ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ഹീബ്രു പോയട്രി. ഇത് കവിത പോലെ എഴുതിയിരിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പം നമ്മളിന്ന് പറയുന്ന പോലെ ജനുവരി 1 മുതൽ 1 തീയതി മുതൽ 6 തീയതി വരെ ദൈവം ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനല്ല. മറിച്ച് ദൈവമാണിത് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചത് ഒന്നാമത്തെ കാര്യം, അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. കവനന്റിൻ്റെ ബേസിസിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, 7 ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് എന്ന് ബൈബിൾ പറയുന്നതിലൂടെ ബൈബിൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവവും ഈ സൃഷ്ടിയും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അതാണ് ഒന്നാമത്തെ മെസ്സേജ്. ദൈവവും ഈ സൃഷ്ടിയും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, ഉടമ്പടി എവിടെ കിടക്കുന്നതിനകത്ത്? അതാണ് 7. നമ്പർ 7 ഇൻ ബൈബിൾ ഈസ് ദ നമ്പർ ഓഫ് ദ കവനന്റ്.
ബൈബിളിലെ ഉടമ്പടിയുടെ നമ്പറാണ് 7. ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അബ്രഹാം അബീമേലെക്കുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം. ജനേസിസ് ചാപ്റ്റർ 21. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം. ഉൽപ്പത്തി 21 അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 21, 22 മുതൽ വായിക്കാമോ? അക്കാലത്ത് അബീമേലെക്കും സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക. ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം. ഞാൻ ശപഥം ചെയ്യുന്നു. അതാണ് കവനന്റ് ലോത്ത്. അത് ഉടമ്പടിയുടെ ശപഥമാണ്. ഞാൻ ശപഥം ചെയ്യുന്നു, അബ്രഹാം പറഞ്ഞു. അബീമേലെക്കിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു. അബീമേലെക്ക് മറുപടി പറഞ്ഞു, ആരാണിത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല. അടുത്ത വാക്യം. അബ്രാഹാം അബീമേലെക്കിന് ആടുമാടുകളെ കൊടുത്തു. അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അബ്രാഹാം ആട്ടിൻപറ്റത്തിൽ നിന്ന് 7 പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി. ഈ 7 പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബീമേലെക്ക് അബ്രാഹത്തോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി. അപ്പൊ ഈ 7 ഈ ഉടമ്പടിയിലെ നമ്പറാണ് 7. മനസ്സിലായ? പുരാതന കാലത്ത് ഉടമ്പടിയുടെ നമ്പറാണ് 7. അപ്പോൾ 7 ഡേ സ്ട്രക്ചർ ഓഫ് ദ ക്രിയേഷൻ സ്റ്റോറി. അതിലൂടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം മാനവകുലവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ ഉടമ്പടിയുടെ പ്രത്യേകത, ലിസൺ ടു മീ, ആ ഉടമ്പടിയുടെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മലയാളികളോട് ചോദിക്കുമ്പോൾ ഉള്ള വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മലയാളികൾ കോംപ്ലിക്കേറ്റഡ് ആക്കും ഉത്തരം പറഞ്ഞ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും കൂലങ്കഷമായിട്ട് ചിന്തിച്ച് കളയും. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുകയാണ്, കൂലങ്കഷമായിട്ട് ചിന്തിക്കരുത്, സിമ്പിളായിട്ട് ചിന്തിക്കണം. കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, സിമ്പിളായിട്ട് ചിന്തിക്കണം. മനസ്സിലായി? ഉടനെ നിത്യജീവൻ, പരലോകം, അതൊന്നും വേണ്ട. സിമ്പിളായിട്ട് ചിന്തിക്കണം. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. എൻ്റെ ചോദ്യം, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? പറ. കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവം തൻ്റെ, എൻ്റെ ദൈവമേ കോംപ്ലിക്കേറ്റഡ് ആക്കി. പറ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പറയാണ്, അയ്യോ അപ്പൻ്റെ അതേ ഛായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ, ബുദ്ധി, ഇച്ഛാശക്തി, മനസാക്ഷി, ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറ. ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇയാളുടെ മകനാണെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാലേ ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവത്തുള്ളൂ. അതായത് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമുള്ളൂ. എന്താ അത്? നമ്മൾ ദൈവത്തെ, അത് നമ്മുടെ അപ്പൻ ദൈവമാന്ന്. ഹലോ, നമ്മുടെ അപ്പൻ ദൈവമാന്ന്. ഓക്കെ. അപ്പൊ ഇത് കുറച്ച് ബൈബിളിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉൽപ്പത്തി 5 എടുത്തേ. ഉൽപ്പത്തി 5 5-ാം അധ്യായം 1 മുതൽ വായിച്ചേ. ഉൽപ്പത്തി 5-ാം അധ്യായം 1 മുതൽ. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു. മതി, ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പം ഇത്രയും വായിച്ചപ്പോൾ നമുക്കൊന്നും പിടികിട്ടിട്ടില്ല. ദൈവം
ആദത്തെ തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്. ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും അപ്പൊ ഛായയിലും സാദൃശ്യം ജനിക്കാന്ന് പറഞ്ഞാൽ എന്താ? പുത്രനാവുക എന്നർത്ഥം. അതിനവിടെ അത് എഴുതി വെച്ചിരിക്കുന്നത്. അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവന് ഒരു പുത്രൻ ജനിച്ചു. അപ്പോൾ ആദത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജനിച്ച സേത്ത് ആദത്തിൻ്റെ പുത്രനാണെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജനിച്ച ആദം ആരാണ്? അപ്പൊ അതിൻ്റെ ആദ്യത്തെ അർത്ഥം, ബാക്കി എല്ലാ അർത്ഥവും അതിൻ്റെ പിന്നീടുള്ള അർത്ഥമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വലതുകരം ഉയർത്തിക്കേ, ഒന്ന് കൈവീശിക്കേ. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ ആദത്തെ ദൈവം തൻ്റെ മകനായി സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമല്ല, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ആദാമി ഉടമ്പടിയുടെ ഒരു ഇൻസൈറ്റാണ് ഞാൻ പറയുന്നത്. ആദവും ദൈവവും തമ്മിലുള്ള ബന്ധം പിതൃപുത്ര ബന്ധമാണ്. ഫാദർ സൺ റിലേഷൻഷിപ്പാണ്, ഫാമിലി ബോണ്ടാണ്. ഇതാണ് ഈ സൃഷ്ടി വിവരണത്തിലൂടെ പറയാൻ ദൈവം ശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യം. ലിസൺ. അപ്പം ഇങ്ങനെ ദൈവം തൻ്റെ മക്കളാക്കി മാറ്റി അവരെ. മക്കളാക്കിയിട്ട് ആ ഉടമ്പടിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ പെരുകുവിൻ, പിന്നെ നിങ്ങൾക്കെല്ലാം ആഹാരം, നിങ്ങൾക്ക് വേണ്ട ഭൗതിക കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടും, നിങ്ങൾ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ദൈവം കൊടുക്കുന്നു. അടുത്ത എൻ്റെ ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, സിമ്പിളായിട്ട് ഉത്തരം പറയണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എത്രാം ദിവസമാണ്? Day 1, Day 2, Day 3, Day 4, Day 5, Day 6, Day 7. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എത്രാമത്തെ ദിവസമാണ്? 6ാമത്തെ ദിവസമാണ്. ഇത് ചൂടുവെള്ളമാണെന്ന് ഓർത്തോണം. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം അല്ലേ? വായിച്ചോ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വായിച്ചോ. അതായത് ഓക്കെ, 26ാമത്തെ വാക്യം, ഉൽപ്പത്തി 1:26. ദൈവം വീണ്ടും അരുളി ചെയ്തു. വായിക്കേ. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അവർക്ക് കടലിലെ മത്സ്യം. ഓക്കെ, അതിൻ്റെ 31 അതിൻ്റെ താഴെ വരുന്നത്. സന്ധ്യയായി പ്രഭാതമായി 6ാം ദിവസം. 6ാം ദിവസം ദൈവം എന്തൊക്കെയാ സൃഷ്ടിച്ചത്? മനുഷ്യനെ മാത്രമേ ഉള്ളോ? അല്ല, പിന്നെ എല്ലാ ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ, ഇതിൻ്റെ എല്ലാം കൂട്ടത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ 6ാമത്തെ ദിവസം, ഇനി ചോദ്യം വളരെ ഇനിയത്തെ ചോദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ലിസൺ. 6ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു? ദൈവം തൻ്റെ ജോലി 7ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. എന്ന് പറഞ്ഞാൽ മനുഷ്യനോടും പറഞ്ഞു, നീ അന്നൊന്നും ചെയ്യാൻ പാടില്ല. ചോദ്യം, സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? എത്ര വയസ്സുണ്ടായിരുന്നു? പറ. 0 വയസ്സോ? കോംപ്ലിക്കേറ്റഡ് ആക്കല്ലെന്ന് ഞാൻ പറഞ്ഞ. ആദത്തിന് എത്ര വയസ്സ് കാണും? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആദം കുഞ്ഞായിരുന്നോ, കൗമാരക്കാരനായിരുന്നോ, യൂത്തായിരുന്നോ, വല്യപ്പനായിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഊഹിച്ച് പറ. ആദത്തിന് എൻ്റെ അതേ പ്രായമായിരുന്നു, 28 വയസ്സ്. ആദത്തിന്, ഞാൻ വിചാരിക്കുന്നത് ആദത്തിന് ഒരു 33 വയസ്സൊക്കെ ആയിരുന്നു എന്നാണ്. 30, 32, 33 എൻ്റെ വിചാരം. കാരണം 2ാം ആദത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ അല്ലെ പരസ്യ ജീവിതത്തിൻ്റെ പ്രായം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്തായാലും കൈക്കുഞ്ഞൊന്നുമല്ല.
അല്ലല്ലോ. LKG പോകുന്ന പ്രായമൊന്നും അല്ലല്ലോ. അല്ല, കാരണം അങ്ങനത്തെ പരിപാടിയല്ല കാണിച്ചു കൂട്ടിയത്. പിന്നെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഒത്ത ഒരു മനുഷ്യനാണ്. അത്രയും സമ്മതിക്കാവോ? സമ്മതിക്കാം. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ അടുത്ത ചോദ്യം. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ജനിച്ചപ്പോൾ എത്ര വയസ്സുണ്ട്? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അടുത്ത ചോദ്യം, നിങ്ങൾ ജന്മത്തിൽ നിന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത അടുത്ത ചോദ്യം. സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് ആദം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്തായിരുന്നു? സൃഷ്ടിക്കപ്പെട്ടത് എന്നാ? 6-ാം ദിവസം. അന്ന് സന്ധ്യയായി, വിഷസായി, 6-ാം ദിവസം. അത് കഴിഞ്ഞ് 7-ാം ദിവസം തുടങ്ങുകയാണ്. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി വിശ്രമിച്ചു. വെരി ഗുഡ്. ഉത്തരം വളരെ ശരിയാണ്. അപ്പം നമുക്ക് അയ്യോ ഇവിടം വരെ എത്തുമ്പോൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം പറയുന്നത് റെസ്റ്റ് എടുത്തോളാനാണ്. റെസ്റ്റ് എടുത്തു. ഇത് നമ്മുടെ മുഴുവൻ ധാരണകൾക്കും വിരുദ്ധമാണ്. അങ്ങനല്ല. സൃഷ്ടിക്കപ്പെട്ട ഉടനെ പറയേണ്ടത് ഒരു 10,000 ലിസ്റ്റ് ഞാൻ എഴുതി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം ചെയ്തോണമെന്നാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം ആദ്യ മനുഷ്യരോട് പറയുന്നത് റെസ്റ്റ് എടുത്തോളാനാണ്. റെസ്റ്റ് എടുത്തു. ഇനി എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ മനുഷ്യനെ സൃഷ്ടിച്ച വിവരണം പറയുമ്പോൾ ബൈബിൾ പറയുകയാണ്, മനുഷ്യനോട് ദൈവം ചെയ്യാൻ ആവശ്യപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി വിശ്രമിക്കുക എന്നതാണ്. And that does communicate something so vital, so important. That communicates something very precious. The very intention of creation, it seems, that man should take rest. നമുക്കിത് വായിക്കുമ്പോൾ തോന്നുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശം എന്താണ്? വിശ്രമിക്കുക. നമുക്ക് തോന്നുകയാണ്, അല്ലേ? അങ്ങനെ തോന്നുകയാണ്. സീരിയസ് ആയിട്ട് വായിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. ഉറക്കം തൂങ്ങികൾക്കൊന്നും അങ്ങനെ തോന്നില്ല. നല്ലപോലെ വായിക്കുന്നവർക്ക് ഇത് തോന്നും. എന്ത് തോന്നും? അയ്യോ, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവം മനുഷ്യനോട് ആദ്യം പറയുന്നത്, നീ ആ ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയിട്ട് നീ റെസ്റ്റ് എടുത്തു. സോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം സിമ്പിൾ, വിശ്രമിക്കാനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിശ്രമം അല്ലെന്നേ ഉള്ളൂ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം വിശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എൻ്റെ അടുത്ത ജോലി എന്താണ് ബൈബിൾ പ്രകാരമുള്ള വിശ്രമം എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കുകയാണ്. എന്താണ് ബൈബിൾ പ്രകാരമുള്ള വിശ്രമം? ഗോഡ് ഈസ് വർക്കിംഗ്. ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ നമ്മളല്ല ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് മടുപ്പില്ല, ക്ഷീണമില്ല, പ്രയാസമില്ല, വേദനയില്ല, ആകുലതയില്ല, ഭയമില്ല, നിരാശയില്ല. എല്ലാം വേറൊരാൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളെ ഒരാൾ തലേ ചുമന്നുകൊണ്ട് പോകുന്നു. ഇതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വിശ്രമം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ വരണം. നാളെയാണത് പറയാൻ പോണേ. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഇന്ന് ഞാൻ എന്താണ് വിശ്രമം എന്ന് വിശദീകരിക്കും. അതിനുള്ള സമയമുള്ളൂ. ഇനി നാളെ ഈ ബൈബിൾ പറയുന്നതനുസരിച്ച് എങ്ങനെയാണ് ദൈവത്തിൻ്റെ, അത് കോംപ്ലിക്കേറ്റഡേ അല്ല. മലയാളികൾ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. കോംപ്ലിക്കേറ്റഡേ അല്ല, വളരെ സിമ്പിളാണത്. അതായത് എല്ലാം ദൈവം ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് പറഞ്ഞാൽ 1000 അല്ല 10,000 അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എല്ലാം ദൈവം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഇമിഗ്രേഷന് ആ സ്ഥലത്ത്, ആ ഡിഫിക്കൽട്ടായ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും എയർപോർട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കൊന്നും നോക്കാൻ വയ്യ. ഏതാ ഗേറ്റ്, ഏതാ
ടെർമിനൽ ഏത്, ഇതൊന്നും എനിക്ക് നോക്കാം, എനിക്ക് ഭയങ്കര മടിയാണ് ഇതെല്ലാം നോക്കാൻ. അപ്പോൾ ആരെങ്കിലും പരിചയമുള്ള ഒരാളിപ്പം ഫ്ലൈറ്റിലാണെങ്കിൽ വലിയ പരിചയമുള്ള ഒരാളാണെങ്കിൽ അവരുടെ കൂടെ ഞാനങ്ങ് പോകും. അപ്പോൾ അവർ നോക്കിക്കോളും. മനസ്സിലായി? ഇത് എന്ത് മെനക്കേടല്ലേ ഇതെല്ലാം നോക്കി നടക്കുക, ഗേറ്റ്, ടെർമിനല്, പിന്നെ എങ്ങനെ ട്രെയിനിൽ കയറി. എനിക്ക് ഭയങ്കര മടിയാണ് ഇതെല്ലാം നോക്കാൻ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ നോക്കിക്കോളും. അങ്ങനെ എനിക്ക് അബദ്ധവും പറ്റിയിട്ടുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ വന്ന് ഒരുത്തം പറഞ്ഞ ട്രെയിനെ ഞാൻ കയറി. ഓപ്പോസിറ്റ് പോകേണ്ട ട്രെയിനായിരുന്നു. ഓപ്പോസിറ്റ് പോകേണ്ട ട്രെയിനായിരുന്നു. ആ വഴി കയറിപ്പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ തിരിച്ചു വന്നേ. TTR പിടിച്ച് കഴുത്തിന് പിടിച്ചിട്ടിങ്ങനെ തള്ളുന്നതിന് മുമ്പ് കാലെ പിടിച്ച് ഇറങ്ങി. അപ്പം അങ്ങനെ നോക്കത്തില്ല. ഇതാ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കയറും, ഇതാ ട്രെയിൻ. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകണമല്ലോ, അയ്യോ എന്നാ ചെയ്യും, ഒന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, അടുത്ത പ്രോസസ്സ് എന്താ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്. ആ സമയത്ത് ഒരു വിളി, ഡാനിലച്ചാ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്തിഹാദിൻ്റെ യൂണിഫോം ഇട്ട ഒരു ചെറുപ്പക്കാരൻ. അയ്യോ മലയാളിയാണോ? അവർ എന്നാച്ചാ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, എന്നെ ഇവള് കെറ്റിവിടുന്നില്ല. അച്ഛൻ വരാൻ പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ? അവൻ മൂവാറ്റുപുഴക്കാരൻ, ഒരു മലങ്കരക്കാരൻ, എത്തിഹാദിൻ്റെ സ്റ്റാഫ് എന്നെ കൊണ്ടുപോയി ആ സ്ഥലത്ത് എവിടെയാണോ പോകേണ്ടത് അവിടെയെല്ലാം. മനസ്സിലായോ? നമുക്ക് മെനക്കേടില്ല. അപ്പം ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം ഇതൊരു 10,000 അല്ല, എന്തോരം തവണ നമ്മൾ കണ്ടിട്ടുണ്ടോയെന്നറിയാമോ? ഇത് നിങ്ങൾ വിചാരിക്കരുത് ഡാനിയലച്ചനായതുകൊണ്ടാണ്. അല്ല, ഇതിൻ്റെ കീ വളരെ സിമ്പിളാണ്. സിമ്പിൾ കീ ആണിത്. ഈ വിശ്രമത്തിൽ എല്ലാം ദൈവം ചെയ്തോളും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം. നിങ്ങൾക്ക് വിശ്വസിക്കാവോ? അതായത് ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? വിശ്രമിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹെബ്രായ ലേഖനത്തിൻ്റെ ഈ അധ്യായങ്ങളിലൂടെ ഒന്ന് പോകേണ്ടതുണ്ട്. വായിക്കാം. 7-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ്, 3-ാം അധ്യായം, ഹെബ്രായർ 3:7 വായിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന്, വായിച്ചോ, നിങ്ങളിൽ ആരും തന്നെ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ചാൽ മാത്രമേ നാം ക്രിസ്തുവിൽ. ഇനി അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കേണ്ടത് 16-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും, വായിക്കാം, ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവരുമായല്ലേ അവർ 40 സംവത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപമൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടെ നാണയിട്ട് പറഞ്ഞത്? അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കണം. അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. 4-ാമത്തെ അധ്യായം വായിക്കാം. മനസ്സ് വരുത്തി വായിച്ചു. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ, നിർത്തിക്കേ, അവിടുന്ന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ്? അവിടുത്തെ വിശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുന്നു. എവിടെയാണ് നിലനിൽക്കുന്നത്? എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലായേ? 7-ാം ദിവസം
അവസാനിച്ചിട്ടില്ല. 7-ാം ദിവസം അവസാനിച്ചിട്ടില്ല. ആ 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ച്, ദൈവം വിശ്രമിച്ച്, അതിനെ വിശുദ്ധീകരിച്ച് നമുക്ക് വിശ്രമത്തിനായി നൽകിയിരിക്കുന്നു. അതിലൂടെ ദൈവം നമ്മോട് പറയുന്നത് നമ്മൾ അവൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പൊക്കോ. വലിയ ഒരു ലോകം തുറക്കപ്പെടും നിങ്ങളുടെ മുമ്പിൽ. വലിയ ഒരു ലോകം, അനായാസമായ ഒരു ജീവിതം, ദൈവം കയ്യിലെടുത്ത് കൊണ്ട് നടക്കുന്ന ഒരു ജീവിതം. എല്ലാ കാര്യത്തിലും വളരെ വളരെ പ്രയാസമേറിയതും ദുഃഖം നിറഞ്ഞതുമായ അനുഭവങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരം, അത്ഭുതകരം കാണാൻ പറ്റുന്ന അവസരം, അതിനുള്ള സാഹചര്യം എല്ലാം, അതായത് ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ അത് നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കി പോവുക. അതുകൊണ്ട് വായിക്കാം. ഈ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ നമുക്ക് സുവിശേഷം ലഭിച്ചത്, എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവും. അത് ചിലപ്പോൾ ഇന്ന് തീർന്നില്ലെങ്കിൽ ഞാൻ നാളെ എടുക്കും. ഇന്ന് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ, അതായത് നേരത്തെ വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ടു എന്താണ്, വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാഞ്ഞത്. ഒരു സൂചന അവിടെ കിടപ്പുണ്ട്. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നത്. ഇനി വേറൊരു സ്ഥലത്ത് നമ്മൾ വായിച്ചു, അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത വാക്യം, ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെപ്പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ, നിർത്തിക്കേ, അതായത് കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതാണ് ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്ന് മനസ്സിലാക്കിയിരുന്നത്. കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതാണ് ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, അങ്ങനെ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് കയറുന്നതായിരുന്നു വിശ്രമമെങ്കിൽ, ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ, അവർ അങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ ഇനിയും പ്രവേശിക്കുമെന്ന് പറയത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ പ്രോമിസ് ഈസ് പെൻഡിങ്. ക്ലിയർ ആവുന്നോ? അതായത് ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ എന്താണ്, മറ്റൊരു ദിവസത്തെക്കുറിച്ച്, ഇനി ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം അപ്പോസ്തലൻ പറയുകയാണ്, ഈ പ്രോമിസ് ഈസ് പെൻഡിങ്. വിച്ച് പ്രോമിസ്? We will enter into his rest. ആ പ്രോമിസ് പെൻഡിങ്ങിലാണ്. അത് ഏത് മനുഷ്യന്റെ മുമ്പിൽ ഒരു സാധ്യതയായി തുറന്നു കിടക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ ദൈവം മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹി റിട്ടയേഴ്സ് ഫ്രം ഹിസ് ജോബ് ലൈക്ക് ഗോഡ് ഹു റിട്ടയർഡ് ഫ്രം ഹിസ് വർക്ക്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നില്ല,
ഐ ഡോണ്ട് നോ ഹൗ ഫാർ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഫ്രീ ആവുകയാണ്, നമ്മൾ റിലാക്സ്ഡ് ആവുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എന്തോരം വരിഞ്ഞ് മുറുക്കിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം നമ്മളിങ്ങനെ പൊട്ടാറായിരിക്കുകയാണ്, ഇങ്ങനെ വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണേലും പൊട്ടാം. ഹാർട്ട് അറ്റാക്ക്, ഞരമ്പ് പൊട്ടി, തലച്ചോറിലെ ഞരമ്പ് പൊട്ടി, അത് പൊട്ടി, ഇത് പൊട്ടി. അറ്റാക്ക് കൂടുതൽ വരുന്ന ആർക്കാ? ചേച്ചിമാർക്കാണോ ചേട്ടന്മാർക്കാണോ? ചേട്ടന്മാർക്കാണ് അറ്റാക്ക് കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? ചേച്ചിമാര് കറക്റ്റ്, ചേച്ചിമാര് കാരണമാണോ? എൻ്റെ ദൈവമേ, എടാ ഇതൊക്കെ ക്യാമറ കട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ടൊന്നുമല്ല. എന്താണെന്നറിയാം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആണുങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്നാ സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെ നടക്കും. ചേച്ചിമാരാണെങ്കിൽ ചെറിയൊരു കാര്യം വന്നാലേ പള്ളിയിലിരുന്ന് കരയും, പ്രാർത്ഥനാ കൂട്ടായ്മയിരുന്ന് കരയും, പിന്നെ അയാൾക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരയും, പിള്ളേരെ കാണുമ്പോൾ കരയും, കറി വെക്കുമ്പോൾ കരയും. വെന്റിലേഷൻ ഉണ്ട്, അതേ ഉള്ളൂ. അത് വേറെ കാര്യമൊന്നുമില്ല. ആണുങ്ങൾക്ക് വെന്റിലേഷൻ, ആകെ ആണുങ്ങൾക്ക് അറിയാവുന്ന വെന്റിലേഷൻ ഈ ചൂടാവൽ മാത്രമാണ്. വേറെ ഒരു വെന്റിലേഷനും ഇല്ല. ചൂടാവുക, അതാണ് ആകെയുള്ള വെന്റിലേഷൻ. എന്നാ ഒന്ന് മര്യാദയ്ക്ക് സങ്കടം പറഞ്ഞൊന്ന് കരയുവോ? ഇല്ല. എന്നാൽ വേണ്ട, മനുഷ്യരുടെ മുമ്പിൽ കരയണ്ട, ദൈവത്തിന് മുമ്പിൽ കരയുവോ? കരയത്തില്ല. അവിടെയും എന്ത് ചെയ്യും? സ്തുതിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. നിനക്ക് അങ്ങനെ തന്നെ വേണം. എങ്ങനെ? മനസ്സിലായി? എടാ ഒന്ന് വാവിട്ട് ദൈവത്തെ സ്തുതിക്കുക. നിനക്കൊരു വെന്റിലേഷൻ ഉണ്ടാവട്ടെ അറ്റ്ലീസ്റ്റ്. ഇല്ലേ, വലിയ പുണ്യം നിത്യജീവനൊന്നും കിട്ടിയില്ലേലുവേ, നിനക്കൊരു വെന്റിലേഷനിലും ഉണ്ടാവട്ടെ. മനസ്സിലായി? അതായത് ഒന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് ഒന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് മെന്റൽ ഹെൽത്തെങ്കിലും കിട്ടും. പോട്ടെ, നിത്യജീവൻ അവിടെ കിടക്കട്ടെ. മനസ്സിലായി? നമ്മളിങ്ങനെ അങ്ങ് വരിഞ്ഞ് മുറുക്കി ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര പിന്നെ ഒരു മയമില്ല, മസിൽ പിടിച്ച്. ആരാ പറഞ്ഞേ? മനസ്സിലായോ? അതായത് അങ്ങനെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരാൻ ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്ന സമയത്ത് ഒക്കെ വിട്ടുകൊടുക്കാൻ പ്രാർത്ഥിക്കണം. അതൊന്നും ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത്, ഒരു കുറച്ചിലായിട്ട് കാണരുത്. എന്ത് പറഞ്ഞപ്പോഴേ ഇത് പറഞ്ഞ ഞാൻ, വിശ്രമം നമുക്ക് ആവശ്യമില്ലേ? നമുക്ക് ഫ്രീ ആവണം. മനസ്സിലായോ? ഫ്രീ ആവണം. ഡാനിയലച്ചൻ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആ വാർത്ത കേൾക്കുമ്പോൾ തീരുമാനിച്ചോണം, ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്, അത് ഹാർട്ടിൻ്റെ ഒരു ബയോളജിക്കൽ ഫെയിലിയർ. അതായത് മനസ്സിലാവുന്നുണ്ടോ? റിലാക്സ്ഡ്. നിങ്ങൾ തീരുമാനിച്ചപ്പോൾ 100 വയസ്സ് വരെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, വേണ്ട 110 വയസ്സ് വരെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, 110 വയസ്സ് വരെയാണ് ജീവിക്കുന്നതെങ്കിൽ 110 വയസ്സ് വരെയും നമ്മൾ എന്തായിരിക്കും? റിലാക്സ്ഡ്. ബിക്കോസ് ഐ നോ ദ കീ ടു ബി റിലാക്സ്ഡ്. അതാണ് ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ദൈവം ചെയ്തോളും. നമ്മൾ ഈ അനാവശ്യമായ ബേർഡൻ ഒന്നും എടുത്ത് തല വെക്കേണ്ട യാതൊരു കാര്യമില്ല. മൗണ്ട് കാർമലിൻ്റെ കടം മുഴുവൻ ഞാൻ എടുത്ത് തല വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? യാതൊരു കാര്യമില്ല. അതിൻ്റെ ഒരു കാര്യമില്ല. ഈ ലോകത്തുള്ള എല്ലാ ബാധ്യതയും നമ്മളെടുത്ത് തല വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. ചില ആളുകളില്ലേ, കൗൺസിലിങ്ങിന് ഇരിക്കുകയാണ്, കൗൺസിലിങ്ങിന് ഇരുന്നിട്ട് അപ്പുറത്തിരുന്ന് ഈ കൗൺസിലിങ്ങിന് വന്ന ആൾ അപ്പുറത്തിരുന്ന് കരയുന്നു, കേട്ടോണ്ടിരിക്കുന്ന ആള് ഭയങ്കര കരച്ചില്. അവസാനം ഇവർ രണ്ടുപേരൂടെ പോയി കടലിൽ ചാടി മരിക്കുന്നു. മനസ്സിലായോ? അതായത് വല്ല കാര്യമുണ്ടോ? അപ്പോ റിലാക്സ്ഡ്. ദൈവം തരുന്ന വിശ്രമം. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ദൈവം തരുന്ന അപ്പോൾ അതുകൊണ്ട് അപ്പസ്തോലൻ പറയുകയാണ്, വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ പെട്ടെന്ന് ഞാൻ പറയട്ടെ, വേഗം പറഞ്ഞങ്ങ് തീർക്കാം ഇതങ്ങ്, അല്ലേ?
നീ നാളെ തന്നെ വെച്ചുകൊണ്ടിരിക്കണ്ട, തീർക്കട്ടെ, വേഗം തീർക്കാം. 15 മിനിറ്റ് ഉണ്ട് എൻ്റെ മുമ്പിൽ, 15 മിനിറ്റ് പെട്ടെന്ന് തീർക്കുക. എങ്ങനെയാണെന്നറിയാമോ? ഈ ആദമിക് കവനന്റിലേക്ക് തിരിച്ചു വരണം. അവിടെയാണത് കിടക്കുന്നത്. അങ്ങനെ ആദത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ഉടമ്പടിക്കകത്ത് എന്തൊക്കെയുണ്ട്? പ്രോമിസും ഉണ്ട്, കണ്ടീഷൻസും ഉണ്ടല്ലോ. പ്രോമിസസ് പെട്ടെന്ന് വായിക്കാൻ പോവാണ്. 26 മുതൽ, ഉൽപ്പത്തി 1:26 മുതൽ വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒന്നാമത്തെ ബ്ലെസ്സിങ് നമ്പർ 1, ദൈവത്തിൻ്റെ മക്കളായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത്, അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വജീവികളുടെയും മേൽ. രണ്ടാമത്തേതാണ് ആധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യം. എന്തിൻ്റെ മേൽ? മൃഗങ്ങളുടെ മേലും പക്ഷികളുടെ മേലും ജന്തുക്കളുടെ മേലും ഈ ഭൂമിയുടെ മേലും ആധിപത്യം. ഞാനത് മനസ്സിലാവാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. അതായത് ഈ നമ്മുടെ മുരിക്കൻ പിതാവ് ഒരു കാട് പോലൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, നല്ല തണ്ണിയിൽ. മുരിക്കൻ പിതാവ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പാലായിലെ ഓക്സിലറി ബിഷപ്പായിരുന്ന മുരിക്കൻ പിതാവ് താമസിക്കുന്നത് ഒരു നല്ല തണ്ണിയിലെ ഒരു കാട്ടിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി, ആ കാട്ടിലൊരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരെ കണ്ടു? ഒരു കടുവയെ കണ്ടെന്ന്. നിങ്ങളെന്നാലോചിക്കുക, നമ്മൾ ആരെങ്കിലുമാണ് കടുവയെ കണ്ടെങ്കിൽ അതോടുകൂടി നമ്മൾ ചരിത്രമായിട്ട് മാറി. മനസ്സിനെ പുസ്തകത്തിലെ ഒരു അധ്യായമായിട്ട് മാറി നമ്മൾ. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, കടുവ പിടിച്ച് തീർത്ത്. അപ്പോൾ ഈ ചോദിച്ചു പിതാവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ പിതാവേ അപ്പോൾ എന്നിട്ട് എന്ത്? കടുവ അതിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. നുണ പറഞ്ഞാണോ? എന്തോന്നു? നുണ പറഞ്ഞാണോ? ചുമ്മാ തള്ളിയതാണോ? അല്ലല്ലോ. ഇത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ജീവജാലങ്ങളുടെ മേൽ ഒരധികാരമുണ്ട്. അവർ നല്ല തണ്ണിയിൽ കാട്ടിൽ 3 ചേട്ടന്മാരും താമസിക്കുന്നുണ്ട്. അവരും ഈ പോകുന്ന വഴിയിലെല്ലാം അവർ ഇത് തന്നെ സെയിം സാധനം പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ ഗീർ വനങ്ങളുടെ അകത്ത് സിംഹം ഇറങ്ങുന്നതിൻ്റെ അകത്ത് താമസിക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ശാലോം കാണിച്ചായിരുന്നു ഈ അടുത്തിടയ്ക്ക്. മനസ്സിലായോ? കപ്പലണ്ടി തിന്നുന്ന പോലെ സിംഹം പറക്കി തിന്നാനുള്ളതേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് പോയി താമസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് മനുഷ്യന് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഈ കാട്ടുജന്തുക്കളുടെ മേൽ ഇഴജന്തുക്കളുടെ മേലെല്ലാം ഒരധികാരമുണ്ട്. അതാണ് ഈ ആദമിക് ബ്ലെസ്സിങ്ങിൻ്റെ രണ്ടാമത്തെ കാര്യം. എല്ലാറ്റിൻ്റെയും മേൽ നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കും. ഈ ഫ്രാൻസിസ് അസീസി ചെന്ന് വിളിക്കുമ്പോൾ ചെന്നായ മര്യാദയ്ക്ക് നിൽക്കുന്നതും ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡൊമീനിയൻ, രണ്ടാമത്തേത്. ഓക്കെ, അടുത്തത്. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പോൾ അടുത്തതാണ് സന്താനഭാഗ്യം, മക്കളുണ്ടാവാനുള്ള അനുഗ്രഹം. ആദമിക് കവനന്റിൻ്റെ 3ാമത്തെ ബ്ലെസ്സിങ്. അടുത്തത്, ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, മനുഷ്യൻ നോൺ വെജായിട്ട് മാറുന്നത് ഉൽപ്പത്തി പുസ്തകം 9ാം അധ്യായം മുതലാണ്. അതിനു മുമ്പ് മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഹലോ, അതായത് ജനേസിസ് ചാപ്റ്റർ 9 മുതലാണ് നോൺ വെജ് തിന്നാനുള്ള കമാൻഡ്മെൻറ്റ് കൊടുക്കുന്നത്, തിന്നോളാൻ പറയുന്നത്. മനസ്സിലാവുന്നോ? ഒറിജിനലി മനുഷ്യൻ ബൈബിൾ അനുസരിച്ച് വെജിറ്റേറിയനാണ്. പാപം ചെയ്ത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോഴാണ് പോത്തിറച്ചിയും പോർക്കും ഒക്കെ തിന്നോളാൻ പറയുന്നത്. മനസ്സിലായോ? കുറച്ചുകൂടെ സിമ്പിൾ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വെജിറ്റേറിയൻ ആവുക. ഓക്കെ, അതായത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ വെജിറ്റേറിയൻ അല്ലാതായിരിക്കുന്നത്.
മനസ്സിലായോ? നിങ്ങളിത് പറഞ്ഞ വിചാരിച്ചില്ലേ ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കുമെന്ന്? അല്ല, തെറ്റിദ്ധാരണ പറ്റിയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, മനുഷ്യന് ഇപ്പം ഇവിടെ പറയുന്ന ആഹാരമായിട്ട് എന്താ കൊടുക്കുന്നേ? ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. വെജിറ്റേറിയനാണ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പ്രോമിസ്. എന്താണ്? വെജിറ്റേറിയൻ ഫുഡ്. ആദമിക് ബ്ലെസ്സിങ്ങിൻ്റെ അടുത്ത ബ്ലെസ്സിങ്. ഓക്കെ, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു ദൈവം കണ്ടു, സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. ഇനി 2-ാം അധ്യായം 1 മുതൽ വായിക്കേ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. അപ്പോൾ ഇത്രയും ബ്ലെസ്സിങ്. അടുത്തത് കണ്ടീഷൻസ് വായിക്കാം. 9-ാമത്തെ വാക്യം മുതൽ വായിക്കാം. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ. ഓക്കെ, അതൊക്കെ പോട്ടെ. താഴോട്ട് വരുമ്പോൾ 16-ാമത്തെ വാക്യം, അവിടുന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോൾ ഏതൊക്കെ എടുത്തു പറയുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ജീവന്റെ വൃക്ഷവും ട്രീ ഓഫ് ലൈഫ് ആൻഡ് ട്രീ ഓഫ് ദ നോളജ് ഓഫ് ദ ഗുഡ് ആൻഡ് ഈവിൾ. ഈ 2 വൃക്ഷങ്ങളാണ് എടുത്തു പറയുന്നത്. ഇനി വാക്യം 16, അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഓക്കെ, അപ്പൊ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നാവോ? ഹലോ പറ. ഇപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴേ 2 തരം വൃക്ഷമാണല്ലോ എടുത്തു പറയുന്നത്. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നാവോ? എന്തെങ്കിലും ഒന്ന് പറ. തിന്നാം. എന്താ അതിൻ്റെ അർത്ഥം? ചുമ്മാ അതും ഇതും പറയാതെ. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നാം എന്ന് പറഞ്ഞാൽ ജീവിക്കാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജീവിക്കാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കോംപ്ലിക്കേറ്റഡ് ആക്കി പറ. ജീവിക്കാന്ന് പറഞ്ഞാൽ മരിക്കത്തില്ലെന്ന്. എല്ലാത്തിനെയും സങ്കീർണമാക്കണം. ജീവിക്കാന്ന് പറഞ്ഞാൽ എന്നും ജീവിക്കാം എന്ന് പറഞ്ഞാൽ മരിക്കത്തില്ല. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്നാൽ മരിക്കത്തില്ല. അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം? ജീവന്റെ വൃക്ഷം സമം അമർത്യത, നിത്യത, മരണമില്ലാത്ത അവസ്ഥ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ചിരി വരുന്നൊരു സംഭവമാണ്. ആദം 930 വർഷം ജീവിച്ചു. ഹാനോക്ക് 830 കൊല്ലം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് എന്തോ മുത്തശ്ശി കഥയാന്നല്ലേ? 950 വർഷം 970 കൊല്ലം ജീവിച്ചു. പിന്നെ നിങ്ങൾ ബൈബിൾ ആയതുകൊണ്ട് ഒന്നും പറയാതെ വായിച്ചു പോകുന്നതേ ഉള്ളൂ. എന്നാലും മനസ്സിൽ ഒരു വിഷമമുണ്ട്. ഇത് See, we are surprised by the fact that people live for 900 years, 930 years. We are surprised. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഈ എഴുത്തുകാരൻ എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ബൈബിളിൻ്റെ എഴുത്തുകാരനെ സർപ്രൈസ് ചെയ്യിക്കുന്നത് 930 കൊല്ലം ജീവിച്ചു എന്നുള്ളതല്ല, ഇയാൾ മരിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇൻ ദ ഒറിജിനൽ പ്ലാൻ ഓഫ് ഗോഡ് ദർ ഇസ് നോ ഡെത്ത്. മരണമില്ല.
മനസ്സിലാവുന്നു? മരിച്ചു എന്നുള്ളത് നമുക്ക് സർപ്രൈസ്, ഇയാൾ ഇത്രയും കൊല്ലം ജീവിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആ ബൈബിൾ എഴുത്തുകാരൻ്റെ സർപ്രൈസ്, ഓരോരുത്തരും മരിച്ചു എന്ന് എഴുതുമ്പോൾ അയാൾ ഞെട്ടിക്കൊണ്ടാണ് എഴുതുന്നത്, മരിച്ചു എന്ന്. മരിക്കാനല്ല സൃഷ്ടിച്ചേ. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല. പിശാചിൻ്റെ അസൂയ നിമിത്തം ഭൂമിയിൽ മരണം പ്രവേശിച്ചു. അപ്പോൾ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിക്കാതിരിക്കുന്ന അവസ്ഥ, നിത്യത, അമർത്യത. അന്നത് തിന്നാമായിരുന്നു. എപ്പോഴാണ് തിന്നണ്ടെന്ന് പറഞ്ഞ് പിന്നെ വിലക്കിയത്? പാപം ചെയ്ത് കഴിയുമ്പോൾ. അതെന്തിനാ? പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാപം ചെയ്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ അമർത്യനായാൽ അവൻ ആരാവും? പിശാചാവും. കൊടും പാപത്തിൽ ഒരുത്തൻ നിത്യകാലം ജീവിക്കുന്നു, അവൻ ആരാവും? പിശാചാവും. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യനെ രക്ഷിച്ചു കഴിഞ്ഞ് വീണ്ടും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ, അമർത്യതയുടെ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ ദൈവം മനുഷ്യന് അവകാശം കൊടുക്കുന്നത് ക്രിസ്തു വന്ന് മനുഷ്യനെ വീണ്ടെടുത്തതിന് ശേഷമാണ്. എന്താണ് ആ ജീവവൃക്ഷം? ആ ജീവവൃക്ഷത്തിൻ്റെ പേരാണ് കുരിശ്. എന്താണ് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം? അതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. അതാണ് എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും എന്ന് പറയുന്നത്. നമുക്ക് ഈ ആദമിക് കവനൻറ്റിൻ്റെ കണ്ടീഷൻസ്, പ്രധാനപ്പെട്ടൊരു കണ്ടീഷനാണ്. എന്താണത്? അതാണ് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ബ്ലെസ്സിങ്സ് എല്ലാം പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല അതൊന്നും. ആദമിക് കവനൻറ്റിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം പറഞ്ഞു. ഇനിയുള്ളത് വ്യവസ്ഥയാണ്. എന്താണ് വ്യവസ്ഥ? അത് തന്നെ, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ പാടില്ല. ഇതാണ് വ്യവസ്ഥ. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം? എന്താണ് ചോദ്യം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം? നിങ്ങളതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? തെറ്റിപ്പോകുന്ന പേടിക്കൊന്നും വേണ്ട. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. ഉത്തരം തെറ്റിയാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പറഞ്ഞോളൂ, എന്താണ് നന്മ തിന്മ? ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് പോയട്രി. അങ്ങനല്ലേ പറഞ്ഞേ? നമ്മളതിൻ്റെ ഫണ്ടമെൻ്റൽസ്, പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ദിസ് ഈസ് ഹീബ്രു പോയട്രി ബൈ വിച്ച് ഗോഡ് ഈസ് trying to communicate some fundamental truth. അപ്പോൾ അത് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഹീബ്രു പോയട്രിയിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ കാറ്റഗിസം പറയുന്നത് ഗോഡ് ഈസ് യൂസിങ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ ഇതിനെല്ലാം ഈ കാണുന്ന ഒരു മരം, അതിൻ്റെ പഴം എന്നതിനപ്പുറത്താണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ദൈവം ഒരു ആലങ്കാരിക ഭാഷയിലൂടെ ചില അടിസ്ഥാന സത്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മാനവകുലത്തിൻ്റെ ആരംഭത്തിൽ നടന്ന ചില സംഭവങ്ങളെ ദൈവം ചില സത്യങ്ങൾ പഠിപ്പിക്കാനായി നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഫ്രീ ആയിട്ട് പറഞ്ഞോ. ഞാനങ്ങനെ ഉപദ്രവകാരിയല്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പറഞ്ഞോളൂ. എൻ്റെ ചോദ്യം ഇതാണ്. ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റത് ഉത്തരം അറിയാത്തത് കൊണ്ടല്ല, ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ ചോദ്യം ഇതാണ്. എന്താണ് ചോദ്യം? എന്താണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് കേൾക്കുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ടു യു? നിങ്ങൾ അതിൽ നിന്ന് എന്താണ്? ആദവും ഹവ്വയും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നു എന്ന് പറയുമ്പോൾ അവരെന്തോ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. അതൊരു പഴം തിന്നതല്ലെന്ന് നമുക്കറിയാം, അല്ലേ? ഒരു പഴം തിന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയ ദുരിതമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലേ? അത് പഴം തിന്നൊന്നും അല്ലെന്ന് നമുക്കറിയാം എന്തായാലും. മറിച്ച് അതിനപ്പുറത്ത് വേറെന്തോ ഒന്നാണ്. സോ വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? പറയൂ എന്താണ്? അനുസരണക്കേട്. പിശാചിന് ചെവി കൊടുത്തോ? മൂക്കും കണ്ണൊന്നും കൊടുത്തില്ലേ? ഓക്കെ, ചുമ്മാ തമാശ. ഓക്കെ, ദൈവഹിതം അനുസരിച്ചില്ല. ദൈവത്തെ പോലെ ആവാൻ പരിശ്രമിച്ചു. ഓക്കെ, ദർ ഈസ് സം ട്രൂത്ത് ഇൻ ഇറ്റ്. പിന്നെ നീ പറ. എന്താ? അവിശ്വസിച്ചു. ഓക്കെ, പിന്നെ
പിശാചിനെ അനുസരിച്ചു. ഓക്കെ, ആഗ്രഹിച്ചു, ദൈവത്തെ പോലെ ആകാമെന്ന് ആഗ്രഹിച്ചു. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം പറിച്ച് തിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ആ ദൈവത്തിനപ്പുറത്ത് മറ്റെന്തിലും അവർ ആശ്രയിച്ചു. മരണം വിളിച്ചു വരുത്തി, ക്ഷണിച്ചു വരുത്തി. ഓക്കെ, പിന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല. ഓക്കെ, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ദൈവത്തെ പോലെ ആണെങ്കിൽ അവർക്കെന്തോ ഒരു കുറവുണ്ടെന്ന് അവർക്ക് തോന്നി. ഇതെല്ലാം ശരിയാണ്. ഞാൻ കാര്യം പറയാം. ഓക്കെ, അല്ല അല്ല നിങ്ങൾ പറഞ്ഞതിനകത്ത് എല്ലാം സത്യമുണ്ട്. ഞാൻ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് കിട്ടിയത്. ഞാൻ ഓക്കെ റെഡി. ലിസൺ നഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം ശരിയാണ്, ശ്രദ്ധിച്ചോളൂ, ഇനിയൊന്നും പറയണ്ട. ഓക്കെ, അല്ല, വെരി ഗുഡ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴേ അതൊരു സംഭവം ആവത്തുള്ളൂ. കേട്ടോണേ. നന്മ തിന്മ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വാക്കുകൾ. നന്മ തിന്മ, ഇത് തിരിച്ചറിയുന്ന അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ, എന്താണ് തിന്മ എന്നതിനെക്കുറിച്ചുള്ള അറിവ്. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ശരി തെറ്റുകൾ, ശരിയും തെറ്റും എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരി എന്താണ്, നമ്മുടെ തെറ്റെന്താണ് എന്ന് ഈ പഴം പറിച്ച് തിന്നരുതെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ആദം, എന്താണ് നിനക്ക് ശരി, എന്താണ് നിനക്ക് തെറ്റ് എന്നത് നീ പഴം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞാൽ നീ തീരുമാനിക്കരുത്. ലിസൺ, ആദം പറയാണ്, ഇതാണ് എൻ്റെ ശരി, ഇതാണ് എൻ്റെ തെറ്റ്. മനസ്സിലാവുന്നോ? എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തവനെ, എനിക്കിപ്പം ജോസഫിനെ ഇഷ്ടമല്ല, ഞാൻ ജോസഫിനെ കണ്ട ഉടനെ തുപ്പും. ഞാൻ തുപ്പത്തില്ലെന്ന് ജോസഫിനറിയാം. മനസ്സിലായോ? നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പക്ഷെ ഞാൻ പറയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തവരെ ആരെ കണ്ടാലും ഞാൻ തുപ്പും. അപ്പം നിങ്ങൾ എന്നോട് പറയാണ്, അച്ഛാ ഇത് പറ, ശരിയല്ല അച്ഛാ, ഈ അച്ഛനെ കാണിക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറയാണ്, എൻ്റെ ശരി ഞാൻ തീരുമാനിക്കും. നീ ആര് പറയാൻ? എൻ്റെ ശരി ഇതാണ്, എൻ്റെ ശരി അല്ലേ? എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ അടിക്കും എന്നൊരാൾ പറഞ്ഞാൽ അതാണ് അയാൾ പറയാണ്, അതാണ് എൻ്റെ ശരി. ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കാനൊന്നും പോകത്തില്ല. പക്ഷെ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തും. അതാണ് എൻ്റെ ശരി. മനസ്സാവുന്നുണ്ടോ? ശ്രദ്ധിച്ചോണം. മാന്തുന്നവരൊക്കെ ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ശരിയും തെറ്റും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിയാണോ? ഈ നിലപാട് ശരിയാണോ? പറ. അല്ലെന്ന് പറയാനുള്ള നിങ്ങളുടെ കാരണം എന്താണ്? അതൊന്നുമല്ല. അതായത് നമ്മൾ ഒരു കാര്യം ശരിയല്ല, ഇങ്ങനെ കാണുന്നവരെല്ലാം തുപ്പുന്നത് ശരിയല്ല ചാ എന്ന് പറയാൻ നിങ്ങൾക്കുള്ള കാരണം എന്താണ്? അതൊന്നും നമ്മുടെ ഒരു അത് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ധാർമ്മിക നിയമം കിടപ്പുണ്ട്, അല്ലേ? ഉണ്ടോ? ഉണ്ട്. ദൈവം പറയുകയാണ്, ആദം, നിന്റെ ശരി നീ തീരുമാനിക്കല്ലേ, തെറ്റ് നീ തീരുമാനിക്കല്ലേ, ഞാൻ പറഞ്ഞു തരാം. ഇതാണ് വ്യവസ്ഥ. ഏദൻ തോട്ടത്തിലെ വ്യവസ്ഥ ഇതാണ്. ആദം, ശരിയും തെറ്റും നിങ്ങൾ തീരുമാനിക്കണ്ട. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു, അങ്ങനെയാണെങ്കിൽ ശരിയും തെറ്റും ആദം എങ്ങനെ അറിയും? ഞാൻ ഉദാഹരണം പറയട്ടെ. ഇപ്പം നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു, ഇപ്പം മഴയാണ്. അതിന് തൊട്ട് മുമ്പ് ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എ സി വിൽക്കുന്ന ഷോപ്പുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഈ കൊല്ലം ഭയങ്കര കച്ചവടമായിരുന്നെന്ന് പറഞ്ഞു.
ഭയങ്കര കച്ചവടം. കാരണം ഒരു പൈസ ഇല്ലാത്തവർ പോലും പൈസ ഉണ്ടാക്കി AC വാങ്ങിച്ച് വീട്ടിൽ വെച്ചു. കാരണം അത്രയും ചൂടാണിപ്പം. അപ്പോൾ ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്. ഞാൻ താമസിക്കുന്ന മുറിയിൽ ഭയങ്കര ചൂടാണ്, എനിക്ക് AC ഇല്ല. ഉദാഹരണമാണേ, ഉദാഹരണം. അപ്പോൾ ഞാൻ താമസിക്കുന്ന, മനസ്സിലായോ, ഞാൻ താമസിക്കുന്ന മുറിയിൽ ഭയങ്കര ചൂടാണ്, എനിക്ക് AC ഇല്ല. അപ്പം ഞാൻ ചൂടാണല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 1,00,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു ഫ്രിഡ്ജ് എൻ്റെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. ആ ഫ്രിഡ്ജിനടുത്തൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതും തണുപ്പിക്കുന്ന യന്ത്രമല്ലേ? എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദയം ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഈ ഫ്രിഡ്ജ് 2 ഡോറും തുറന്നിട്ട് അതിനടുത്തൊരു കട്ടിലിട്ട് സുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട്. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ എന്നൊരു സൗണ്ട് കേട്ടു, ഫ്രിഡ്ജ് കത്തിപ്പോയി. ഞാൻ ഈ ഫ്രിഡ്ജ് ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ഈ ഫ്രിഡ്ജും കയറ്റി ഇത് വാങ്ങിച്ചവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ഞാൻ ഒരു ശരാശരി മലയാളി വിളിക്കുന്ന എല്ലാ ചീത്തയും വിളിച്ചു. നിങ്ങളതൊക്കെ മറന്നിട്ടുണ്ടാവും. ഒരു മലയാളി വിളിക്കുന്ന എല്ലാ തെറിയും ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നാണം കെട്ടവനെ, നിനക്ക് ഞാൻ ചക്കക്കുരു അല്ലല്ലോടാ തന്നത്, കാശല്ലേ തന്നത്, 1,00,000 രൂപ, എന്നിട്ടല്ലേ ഇത് വാങ്ങിയത്. നീ ഈ മാനം കെട്ടവനെ എന്നെ പറ്റിക്കാവോടാ? എടാ നാണമില്ലാത്തവനെ, മനുഷ്യരെ പറ്റിച്ചാണോടാ നീ ജീവിക്കുന്നത്? നീ പന്ന സാധനമാണോടാ നിന്റെ കടയിൽ വിൽക്കുന്നത്? ഇതൊക്കെ ഞാൻ മാന്യമായ ഭാഷയെ പറഞ്ഞാണ്, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ ഇതെല്ലാം ഈ തെറിയെല്ലാം ഇവൻ കേട്ട് നിന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ എന്താ അച്ഛാ പറ്റിയത്? ഞാൻ പറഞ്ഞു, എടാ 4 മണിക്കൂർ തികച്ചോടാത്ത സാധനമാണോടാ നീ എനിക്ക് തന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഒരു കാരണവശാലും ഇത് കത്തിപ്പോകേണ്ട യാതൊരു ആവശ്യമില്ല, ഒരു കാരണവശാലും ഇത് കത്തില്ല അച്ഛാ. ഇതെങ്ങനെ കത്തിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വോൾട്ടേജ് വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ ഇടിവെട്ടി. നീ ഒന്നും പറയണ്ട, നീ പന്ന സാധനം എനിക്ക് തന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛനിതെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് പറയാമോ? പറയാം, അതിനെന്ത് പറയാം. ഞാൻ പറഞ്ഞു, എനിക്ക് ചൂടെടുത്തപ്പോൾ ഞാനിത് 2 ഡോറും തുറന്നിട്ടിട്ട് ഞാൻ അതിനടുത്ത് കട്ടിലിട്ട് കിടന്നു. കുറച്ചു നേരം അവൻ എന്നെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇരിക്കാൻ പറഞ്ഞു, കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്ക് സുഖമില്ലെന്ന് അവന് മനസ്സിലായി. അപ്പം അവൻ എൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ ഈ സാധനം അച്ഛൻ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ പൈസ മുടക്കിയ സാധനം നിന്നോട് ആര് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല? അപ്പം എൻ്റെ അടുത്ത് അവൻ പറയുകയാണ്, അച്ഛാ ഈ ഫ്രിഡ്ജ് തന്ന കൂട്ടത്തിൽ അത് ഉണ്ടാക്കിയവൻ ഡൂസ് ആൻഡ് ഡോൺട്സ് എഴുതിയ ഒരു സാധനം, മേക്കേഴ്സ് മാനുവൽ എന്നൊരു സാധനമുണ്ട്. മേക്കേഴ്സ് മാനുവൽ ലോകത്തൊരുത്തിനും അത് വായിച്ചിട്ടില്ല ഇന്ന് വരെ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഫോൺ വാങ്ങിക്കുമ്പോൾ ഇന്ന് വരെ ആ സാധനമാണ് ആദ്യം കളയുന്നത്. മനസ്സിലായി? ഇന്ന് വരെ അത് ലോകത്താരും വായിച്ചിട്ടില്ലാത്തൊരു സാധനമാണത്. മാത്രമല്ല ആർക്കും വായിക്കാൻ പറ്റാത്ത അത്ര ചെറിയ അക്ഷരത്തിലാണ് അതിനകത്ത് എഴുത്ത്. ഞാൻ വായിക്കാൻ നോക്കിയിട്ടുണ്ട്, വായിക്കാൻ പിന്നെ മടുത്തിട്ടിട്ട് പോയിട്ടുണ്ട്. കാരണം ഒന്നാതെ കണ്ണ് കാണത്തില്ല, അത്രയും ചെറിയ അക്ഷരമാണ്. എന്താവട്ടെ, അവൻ പറഞ്ഞ, അച്ഛാ അതിനകത്ത് ഇത് ഡോറ് തുറന്നിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അച്ഛനത് വായിക്കാത്തത് കൊണ്ടാണ്, അച്ഛനത് പാലിക്കാത്തത് കൊണ്ടാണ് ഈ ഫ്രിഡ്ജ് കേടായിപ്പോയത്. മേക്കേഴ്സ് മാനുവൽ. ദൈവം പറയുകയാണ്, ആദം നിന്റെ മേക്കർ ഞാനാണ്, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്. ഐ വിൽ ഡിക്റ്റേറ്റ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഫ്രിഡ്ജുണ്ടാക്കിയവനെ കുറ്റം പറയാത്ത സ്ഥിതിക്ക് ദൈവത്തെ കുറ്റം പറയാൻ അവകാശമില്ല, ഇല്ലല്ലോ. മേക്കേഴ്സ് മാനുവലാണത്. നിയമങ്ങളെല്ലാം തന്നെ ദൈവം ഉണ്ടാക്കി ഈ പ്രോഡക്റ്റിൻ്റെ 100% പെർഫോമൻസിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന മേക്കേഴ്സ് മാനുവലാണ് നിയമങ്ങളെല്ലാം തന്നെ. എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദത്തോട് ദൈവം പറഞ്ഞു, ആദം നിന്റെ നന്മയും തിന്മയും ഞാൻ പറഞ്ഞു തരാം. ഇവിടാണ് ഒരു പ്രശ്നം വരുന്നത്. ഇനി ശ്രദ്ധിച്ചോണേ, മനസ്സിലായോ? ഉച്ചയ്ക്ക് എന്തായിരുന്നു? ചോറ് പറ. ചോറ് കഴിച്ചില്ല. ചോറ്, തീയൽ,
പയറ്, അച്ചാറ്. അതിനകത്ത് ഏതാണ് ഈ ഉറക്കുന്ന സാധനം? ചോറാണോ? അല്ല, എനിക്ക് കുറച്ച് തരണം, ഉറക്കമില്ല രാത്രി. അല്ല, ഇത്രയും ഡീപ്പായിട്ട് ഉറങ്ങാൻ സഹായിക്കുമെങ്കിൽ പ്ലീസ് എനിക്ക് കുറച്ച് തരൂ അത്. ഓക്കെ, ശരി. ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ചോറടിച്ചിട്ടിരുന്ന് ഉറങ്ങുന്നു. ഓക്കെ, ശ്രദ്ധിക്കൂ. അപ്പോ നന്മയും തിന്മയും ദൈവം പറഞ്ഞു തരണമെങ്കിൽ ഇനി ആദവും ഹവ്വയും എന്ത് ചെയ്യണം? ആദവും ഹവ്വയും, അതായത് ഓരോ കാര്യത്തിൻ്റെയും നന്മയും തിന്മയും ആദം തീരുമാനിക്കാൻ പാടില്ല. ദൈവത്തോട് ചോദിക്കണം, ദൈവത്തെ ശ്രദ്ധിക്കണം. ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കണം. കണ്ടീഷൻ ഇതാണ്. നന്മയും തിന്മയും നീ തീരുമാനിക്കേണ്ടെന്ന് പറഞ്ഞാൽ നീ എല്ലാ കാര്യത്തിനും എന്നെ ഡിപ്പെൻഡ് ചെയ്യണം. നീ ഇൻഡിപെൻഡൻ്റ് ആവരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാനൊരു വ്യത്യാസം പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേർ വളർന്നെന്ന് എപ്പോഴാണ് പറയുന്നത്? അവർ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴാണ്. ദൈവം തൻ്റെ പിള്ളേർ വളർന്നെന്ന് എപ്പോഴാണ് പറയുന്നത് അറിയാമോ? നമ്മൾ മോർ ഡിപ്പെൻഡൻ്റ് ആവുമ്പോഴാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പിള്ളേർ മച്ചുറായെന്ന് പറയുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴാണ്, അവർ സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പഠിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ പിള്ളേർ മച്ചുറായെന്ന് ദൈവം പറയുന്നത് നമ്മളെല്ലാ കാര്യത്തിനും അവനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ്. ഇതാണ് ആദമിക് കവനന്റിൻ്റെ കണ്ടീഷൻ. ഡിപ്പെൻഡ് ഓൺ മീ ഓൺ എവറി മൈന്യൂട്ട് ഡീറ്റെയിൽ ഓഫ് യുവർ ലൈഫ്. അപ്പൊ ഇതാണ്, വളരെ ശ്രദ്ധിക്കണം. ഇനി ദ ഹോൾ ബൈബിൾ പോകാൻ പോണത് ഈ ഒറ്റ ത്രെഡിലാണ്. ബൈബിളിനെ ഒരു മാലയിൽ കോർത്തെടുക്കാം, ഒരു ചരടിൽ കോർത്തെടുത്താൽ ആ ചരടാണ് ഈ സാധനം. അതിനെ ഞാനൊരു ചെറിയ വാക്കിൽ സംഗ്രഹിക്കുകയാണ്: ട്രസ്റ്റ് മീ ഇൻ ഓൾ സിറ്റുവേഷൻസ്. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് മീ ഇൻ എവറി സിറ്റുവേഷൻ ഓഫ് യുവർ ലൈഫ്. ഒരു കാര്യവും നീ തന്നെ ചെയ്യണ്ട. ഡിപ്പെൻഡ് ഓൺ മീ, ഐ വിൽ ഹെൽപ്പ്. ഇതിന് വേറൊരു വാക്ക് പറയാമോ? പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തും തരും. ഇതിന് ഒരു വാക്കുണ്ട്, പറയാമോ? ട്രസ്റ്റ് മീ ഇൻ ഓൾ സിറ്റുവേഷൻസ്. നീ ഒന്നും ചെയ്യണ്ട, ട്രസ്റ്റ് മീ. ഇതിനൊരു വാക്കുണ്ട്, വിശ്രമം. ഒരു 10 കല്ല് ഇവിടെ വെച്ചേക്കണം എറിയാൻ. വിശ്രമം. യു ഡോണ്ട് ഡു എനിത്തിങ്, യു നീഡ് നോട്ട് ഡു എനിത്തിങ്. I will do everything for you. Trust me. Trust me. So, listen. ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച പോലെ ഈ സമയം MC² എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. റെസ്റ്റ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. റെസ്റ്റ് ഈസ് ഫ്രം ട്രസ്റ്റ്. റെസ്റ്റ് ഈസ് ഫ്രം ട്രസ്റ്റ്. ട്രസ്റ്റ്. ട്രസ്റ്റ് ചെയ്യുന്നവന് 24 hours എന്തായിരിക്കും? റെസ്റ്റ് ആയിരിക്കും. For this God has called each and every one of us for this particular intention, this particular objective. There is nothing other than this. I'll give you rest when you trust. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എല്ലാ കാര്യത്തിനും ആദവും ഹവ്വയും ഇനി ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം, ദൈവത്തെ വിശ്വസിക്കണം. ട്രസ്റ്റാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വരത്തില്ലത്. അതിന് തത്തുല്യമായൊരു മലയാള പദം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ശരണം എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. വിശ്വാസം പോരാ, ട്രസ്റ്റ്. ട്രസ്റ്റ്. എല്ലാ കാര്യത്തിനും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ,
ഈ നിബന്ധന നൽകിയ ഏദൻ തോട്ടത്തിൻ്റെ പ്രശാന്തതയ്ക്കകത്തേക്കാണ് പാപത്തിൻ്റെ കരിനാഗം ഇഴഞ്ഞു കയറിയത്. എനിക്കൊരു അഡീഷണൽ ഫോണോട് ഉണ്ടായതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ കൊണ്ടുപോകും, ആ അടിക്കുന്ന ഫോൺ കേട്ടോ. അപ്പോൾ ലിസൺ, എനിക്കൊരു എക്സ്ട്രാ ഫോണോട് വേണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. സി, ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഏദൻ തോട്ടത്തിൽ, വാട്ട് ഈസ് ഏദൻ തോട്ടം? കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. എല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. Adam and Eve, they are trusting the Lord in everything and God is giving them rest. ഇതാണ് ഏദൻ തോട്ടം. ഈ സമാധാനത്തിനകത്തേക്കാണ്, ഈ സ്വച്ഛതയ്ക്കകത്തേക്കാണ്, ഈ ശാന്തതയ്ക്കകത്തേക്കാണ് പാപത്തിൻ്റെ കരിങ്കാള വിഷവുമായി ഈ പുരാതന സർപ്പം ഇഴഞ്ഞു വരുന്നത്. അവൻ വന്നിട്ട് he twisted the reality. ട്വിസ്റ്റ് ചെയ്തു. അവൻ വന്നിട്ട് ദൈവം പറഞ്ഞത്, നിങ്ങൾക്ക് തോട്ടത്തിൽ നിൽക്കുന്ന ഏത് മരത്തിൻ്റെയും പഴം ഭക്ഷിക്കാം, പക്ഷേ നന്മതിന്മകളുടെ അറിവിൻ്റെ. അവൻ്റെ ചോദ്യം എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ ചോദ്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സി, കർത്താവ് 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 എന്നാണ് 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പേര്. യാവേ, കർത്താവ്, ദ ലോഡ് എന്നാണ്, ദ ലോഡ്. എന്നാൽ സാത്താൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ലോഡെന്നല്ല, ഗോഡെന്നാണ്. മനസ്സിലായോ? വാക്കിലും വ്യത്യാസമുണ്ട്. അവൻ പറയുന്നത്, അവർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ലോഡ് ലോഡെന്നാണ്. യാവേ, ലോഡ്, കർത്താവ്. ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം എന്ന് പറഞ്ഞാൽ, ദ ലോഡെന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിനകത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് കർത്താവ്. ദൈവം ഈസ് എ ജനറൽ ടേം, കർത്താവ് ഈസ് മോർ എ പേഴ്സണൽ ടേം. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നോ? ഗോഡ് ഈസ് മോർ എ ജനറൽ ടേം. ബന്ധമില്ലാത്തവൻ വിളിക്കുന്ന പേരാണ് ദൈവം, ബന്ധമുള്ളവൻ വിളിക്കുന്ന പേരാണ് കർത്താവ്. അപ്പൊ ഈ ബന്ധത്തിനകത്ത് നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഇവ വന്നിട്ട് ചോദിക്കുന്നത്, ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അതായത് ഈസ് ഡിറ്റാച്ചിങ്. അവരെ ആ ബന്ധത്തിൽ നിന്ന് വലിച്ച് വെളിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ദൈവത്തെ 7 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ വിവരണം നമ്മളോട് പറഞ്ഞിട്ട്, ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച കാര്യം പറഞ്ഞിട്ട് ദൈവം നമ്മോട് പറഞ്ഞിരുന്നു, നമ്മളാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ആൻഡ് വി ക്യാൻ ട്രസ്റ്റ് ഗോഡ് ഇൻ എവരിതിങ്, ദ ലോർഡ് ഇൻ എവരിതിങ്. ഇതാണ് നമുക്ക് ഇത്രയും നേരം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഹവ്വ പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ ഈ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ പാടില്ല, തൊടുക പോലും അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ബൈബിളിലില്ല, നിങ്ങളുടെ ബൈബിളിലും ഇല്ല. ഈ തൊടുക പോലും ചെയ്യരുത് എന്ന് പറയുന്നത് എന്താ? അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇത്രയേ ഉള്ളൂ. എന്തെന്നറിയോ? ഈ ഒരുപാട് ഭക്തി കാണിക്കുമ്പോൾ ഓർത്തോണം, ഇതിനധിക ദിവസം ആയുസില്ല. മനസ്സിലായി? ധ്യാനം കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് മൊത്തം അങ്ങോട്ടും എല്ലാം മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി ചെയ്യരുത്. ദയവേത് ചെയ്യരുത്. ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യൂ. കാരണം 4-ാം ദിവസം വീണ്ടും ഈ ടേബിൾ പഴയ പോലെ തിരിച്ചിടേണ്ടതാണ്. ഒരുപാട് ആവേശം കാണിക്കരുത്. മനസ്സിലായി? ഒരുപാട് പ്രൈസ് ലോർഡ് ബ്രദറെ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓ, തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞു. ബ്രദറങ്ങ് ബ്രദർ ഇത് കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം. ഈ ഏദൻ തോട്ടത്തിൽ ഇവരുടെ ഇടയിലോട്ട് വരേണ്ട ആളല്ല ആര്? ഈ പാമ്പ്. ഞാൻ ചോദിക്കട്ടെ, വഴിയെ പോകുന്നൊരു പാമ്പ് ചോദിക്കുമ്പം അതിന് മറുപടി പറയാൻ പോകുന്നത് എന്തിന്? ചേച്ചി, ഈ വാട്സപ്പ് മെസ്സേജിന് ചേച്ചി മറുപടി അയച്ച എന്തിനാ? അതെൻ്റെ ചോദ്യം.
അതായത് ഇത് അവഗണിക്കാവുന്നല്ലേ ഉള്ളൂ, ആ നമ്പർ ബ്ലോക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇവനോട് വ്യസ്തരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് ചോദിക്കാൻ നീ ആരാ പോടാ എന്ന് പറയേണ്ടതല്ലേ? എന്ന് പറയുന്നതിന് പകരം ബ്രദർ വരൂ, ഇരിക്കൂ ബ്രദർ, ചായ കുടിക്കൂ ബ്രദർ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് ഇല്ലാത്തതുകൂടെ പറഞ്ഞു. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. മനസ്സിലായി? രാത്രി 10:30 കഴിഞ്ഞിട്ട് ഹായ് എന്ന് പറഞ്ഞ് വന്ന മെസ്സേജിന് നീ മറുപടി വെച്ചെന്തിന്? ഓക്കെ, എന്തോ ആട്ട്. തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ല, മരിക്കത്തില്ലെന്ന് മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലാവും. ലിസൺ ടു മീ. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, സാത്താൻ പറഞ്ഞു നിങ്ങൾ മരിക്കില്ല, ദൈവത്തെ പോലാവും. അത് ഹവ്വ വിശ്വസിച്ചപ്പോൾ ഇവിടെ ദൈവം അവളുടെ ഹൃദയത്തിൽ അവൾക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളായി മാറിയത് കൊണ്ടാണ്. ശരിയല്ലേ പറഞ്ഞേ? അതായത് സാത്താൻ അവളെ കൺവിൻസ് ചെയ്യിച്ചത് യു ക്യാൻ നെവർ ട്രസ്റ്റ് ഗോഡ്, യു ക്യാൻ നെവർ ട്രസ്റ്റ് ഗോഡ്, ഡോണ്ട് ട്രസ്റ്റ് ഹിം. അവൻ പറഞ്ഞത് തെറ്റാണ്. നീ ഇത് പറിച്ചു തിന്നാൽ നീ ദൈവത്തെ പോലാവും. ദൈവം അതുകൊണ്ട് നിന്നെ മനഃപൂർവ്വം ദൈവത്തെ പോലെ ആക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് ഈ ഫോർബിഡൻ ഫ്രൂട്ടിൻ്റെ നിയമം തന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദത്തിൻ്റെയും ഹവ്വയുടെയും ഹൃദയത്തിൽ സാത്താൻ തകർത്തത് ദൈവത്തോട് അവർക്കുണ്ടായിരുന്ന ട്രസ്റ്റ്. അവരവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ കാര്യത്തിനും ദൈവത്തെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ജീവിച്ച് ഞങ്ങൾ ഒരിടത്തും എത്താൻ പോണില്ല. ഞങ്ങൾ വല്ലയിടത്തുമൊക്കെ എത്തണമെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഈ പഴം പറിച്ച് തിന്നണം. അപ്പൊ ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ നശിപ്പിച്ചത് ദൈവത്തോട് ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ട്രസ്റ്റാണ്. ഒരിക്കലും മറക്കരുത്, ഈ ട്രസ്റ്റാണ് നശിപ്പിച്ചത്. ഇനി the whole salvation history is God's attempt to regain this lost trust. മാനവകുലത്തിന് വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോയ ദൈവത്തോടുണ്ടായിരുന്ന ഈ ട്രസ്റ്റിനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമമാണ് രക്ഷാകര ചരിത്രം മുഴുവൻ. ദൈവകരുണയുടെ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഏദനിൽ നടന്ന പാപത്തിൻ്റെ പരിഹാരവും പോംവഴിയുമാണ് ദൈവകരുണയുടെ സന്ദേശം. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ട്രസ്റ്റ്. വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ നമുക്ക് കീ കിട്ടിക്കഴിഞ്ഞു. എന്താണിത്? ട്രസ്റ്റ്. ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ ഇത്, എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ ദുരന്തം ഉണ്ടായി, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഈ ക്ലേശം, എന്താണ് ഈ കാലതാമസം. വി ഡോണ്ട് നോ, ബട്ട് വി ട്രസ്റ്റ്. നമുക്കറിഞ്ഞുകൂടാ, ബട്ട് വി ട്രസ്റ്റ്. നിങ്ങൾ നാളെ വരുമെങ്കിൽ ഞാൻ ഈ ട്രസ്റ്റിൻ്റെ ബ്യൂട്ടിഫുള്ളായ ചില തലങ്ങൾ ബൈബിളിലെ ചില മനുഷ്യരിൽ വെളിപ്പെട്ട് വരുന്നത് കാണിച്ചു തരാം. ട്രസ്റ്റ് ഇതുണ്ടായാൽ അസാധാരണമായ ഒരു വിശ്രമം നമ്മുടെ ജീവിതത്തിന് സമ്മാനമായിട്ട് കിട്ടാൻ പോവാണ്. നിങ്ങൾ യു വിൽ ബി അപ്പ് ഇൻ ദ എയർ. നിങ്ങൾ പിന്നെ ഇവിടെ അല്ല, യു ആർ ഇൻ ദ 7th cloud. നിങ്ങൾ ഇവിടെ, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഭാരമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊരു കോളുകളൊക്കെ ഇല്ല. നിങ്ങൾക്കറിയാം God has a plan. God has a solution. God knows everything. And everything is happening under His control. God is on His throne and everything is well with the world. I need not worry about anything under sun, anything. Leave everything. He is in control. ഇത് വിശ്വസിക്കാൻ പറ്റിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഇവിടെങ്ങുമല്ല. മനസ്സിലായോ? ആളുകൾ എയറിലാവുമെന്ന് പറയത്തില്ലേ, അതുപോലെ ആയിരിക്കും നിങ്ങൾ എയറിലായിരിക്കുമല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ.
അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മാറിപ്പോകുന്നില്ലെങ്കിലും, നിങ്ങളുടെ മുമ്പിൽ ആ പഴയ പ്രശ്നം, നിങ്ങളുടെ ഹസ്ബൻഡ് പഴയ ഹസ്ബൻഡ് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ഭാര്യ പഴയ ഭാര്യ തന്നെയാണെങ്കിലും, ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മാരുതി 800 ബെൻസ് കാറായിട്ട് മാറിയില്ലെങ്കിലും, യു ആർ ഇൻ ദ 7th cloud. ഭയങ്കര അസാധാരണമായ ഒരു ആത്മവിശ്രാന്തിയാണ് ദൈവം നമുക്ക് തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ഈ ട്രസ്റ്റ് പിശാച് നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിലെ ഓരോ ദുരന്തത്തിലൂടെയും പിശാച് നമ്മിൽ ചെലുത്താൻ ആഗ്രഹിക്കുന്ന ഇൻഫ്ലുവൻസ് എന്തെന്നറിയാമോ? നമ്മളിൽ നിന്ന് ഈ ട്രസ്റ്റ് എടുത്ത് കളയാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ ദുരന്തം ഉണ്ടാവുമ്പോഴും പിശാച് അതിലൂടെ നമ്മളോട് എന്താ പറയാൻ ശ്രമിക്കുന്നറിയാമോ? ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ജീവിതത്തിലെ ഓരോ സഹനവും തന്നുകൊണ്ട്, അല്ലെ ഓരോ സഹനത്തിലൂടെയും കടത്തി വിട്ടുകൊണ്ട് സാത്താൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഡോണ്ട് ട്രസ്റ്റ് ഹിം, ഡോണ്ട് ട്രസ്റ്റ് ഹിം. നിങ്ങളുടെ പിള്ളേർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നടന്നേ? ഇതാണ് സാത്താൻ്റെ ചോദ്യം. നീ ഇത്രയും ദൈവത്തിൻ്റെ പുറകെ നടന്ന്, നീ പള്ളിയുടെ പുറകെ നടന്ന്, നീ വട്ടക്കാരൻ, നീ കന്യാസ്ത്രീയാൻ പോയി, നീ അസനാൻ പോയി, നിനക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഈ ഒരു ആശയം നമുക്ക് ഡെവലപ്പ് ചെയ്ത് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അതായത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കർത്താവിനെ ട്രസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ഈ പേര് ഞാൻ മറന്നുപോയി, പേര് പോട്ടെ, എന്ത് പേരായാലും എന്ത്, ഒരു ആഫ്രോ അമേരിക്കൻ സുവിശേഷകൻ, ചെറുപ്പക്കാരൻ. അയാൾ ഈ ചെറിയ എന്ന് പറഞ്ഞാൽ 20, 22, 23, 24 വയസ്സ് പ്രായം മുതൽ തന്നെ ഇയാൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ, ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ വന്ന് കല്യാണം ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഈ DL മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരിക്കലൊരു വൈകുന്നേരം ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് തൻ്റെ ബൈബിളും കയ്യിൽ പിടിച്ച് നെഞ്ചത്ത് വെച്ച് ഈ മനുഷ്യനിങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം ആ കൂട്ടത്തിൽ പറയുകയാണ്, ഒരുപാട് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണാലോചനകളുമായിട്ട് വരുമായിരുന്നു. കാരണം ഞാനൊരു സുവിശേഷകനാണ്, എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർക്ക് നല്ല മമതയുണ്ട്, അവർക്കെല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ല അപ്രീസിയേഷനാണ്, അതുകൊണ്ട് അങ്ങനെ വരുമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ ഞാനിങ്ങനെ ഏത് ആൾക്കൂട്ടത്തിലും തിരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി, അവളെ ഞാൻ വിവാഹം കഴിച്ചു. സ്വപ്നതുല്യമായ ദാമ്പത്യത്തിൻ്റെ ആദ്യ ദിനങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഞങ്ങൾക്ക് പരസ്പരം ദൈവം സമ്മാനിച്ച് ഈ കനിവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിച്ചു. ആദ്യത്തെ മാസങ്ങളാണ്. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് അവൾക്ക് പോകേണ്ടതുണ്ട്. വിമാനത്താവളത്തിൽ അവളെ കൊണ്ടുവന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ തിരികെ മടങ്ങുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ മടങ്ങി വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ നീ വരണം. അങ്ങനെ അവൾ വരുന്ന ദിവസങ്ങൾ എണ്ണി ഞാൻ കാത്തിരുന്നു. അവളുടെ മമ്മ അവളെ വിളിക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മമ്മയുടെ കൂടെ ഞാനും അന്ന് അവൾ പറഞ്ഞ വാക്ക് ഓർത്ത് അവളെ വിളിക്കാൻ വിമാനത്താവളത്തിലേക്ക് പോയി. ഓസ്ട്രേലിയയിൽ നിന്ന് അവളെയും കൊണ്ട് പറന്നുയർന്ന വിമാനം അവർ കാത്തു നിന്ന ആ എയർപോർട്ടിലേക്ക് താണിറങ്ങുന്നത് പ്രതീക്ഷിച്ച് യാത്രക്കാരെല്ലാം ഇറങ്ങി വരുന്ന വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് എയർപോർട്ടിനകത്തേക്ക് ഒരു ആംബുലൻസ് വേഗം ചീറിപ്പാഞ്ഞ് അകത്തേക്ക് പോകുന്നതും വിമാനത്തിൽ നിന്ന് ഒരു മൃതദേഹം ഇറക്കി ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നതും കണ്ണാടി ചില്ലുകളിലൂടെ അയാൾ കണ്ടു. മറ്റാരുടെയോ പ്രിയപ്പെട്ടവരാരോ ആകാമെന്ന് കരുതി സ്വാഭാവികമായൊരു നിസ്സംഗതയോടെ ആ കാഴ്ച നോക്കി നിൽക്കുന്ന അയാളുടെ കയ്യിൽ വരിഞ്ഞു മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ ഇങ്ങനെ അലറി, ചാൾസ്. ആ ആംബുലൻസിൻ്റെ ഇവളെ കൊണ്ടുപോകുന്ന ആ കിടക്കയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നത് അവളുടെ ബാഗല്ലേ. അയാൾ പറയുകയാണ്,
2-3 മാസം നീളുന്ന സന്തുഷ്ടകരമായ ദാമ്പത്യം ഒറ്റ നിമിഷം കൊണ്ട് ആ സന്തോഷത്തിൻ്റെ തിരുനാളം ഊതിക്കെടുത്തിക്കൊണ്ട് ദൈവം എന്നോടെന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്ന് പറന്നുയർന്ന് അമേരിക്കയിലെ ആ പർട്ടിക്കുലർ എയർപോർട്ടിലേക്ക് ഈ വിമാനം താണിറങ്ങുന്നതിന് മുമ്പ് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കിൽ മരണമടഞ്ഞത് എൻ്റെ ഭാര്യയായിരുന്നു. അയാൾ പറയാണ്, ഈ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഈ ദിനങ്ങളിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബൈബിളും പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യത്തിൻ്റെ ദുഃഖത്തെ പ്രതി ചോദിക്കാത്ത ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന ഈ ചോദ്യം വായിച്ചെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളിൽ ഒരാൾ ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഈ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിങ്ങൾ ഈ വേദോത്സവം പിടിച്ചുകൊണ്ട് ഈ വൈകുന്നേരം സുവിശേഷം പറയാൻ വന്നിരിക്കുന്നത് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ പറയാനുള്ളൂ. എന്തുകൊണ്ട് ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായി അവിചാരിതമായൊരു നേരത്ത് എന്തുകൊണ്ട് എൻ്റെ ഭാര്യയെ എൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവം വേർപിടിവിച്ച് അവളെ എന്തുകൊണ്ട് ദൈവം കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഐ നോ എ ഗോഡ് ഹു ഡസ് എവ്രിതിങ് വിച്ച് ഇവൻച്വലി വിൽ ടേൺ ഔട്ട് ടു ബി ഫോർ മൈ ഗുഡ്. ഇവൻച്വലി ദാറ്റ് വിൽ ടേൺ ഔട്ട് ഫോർ മൈ ബെറ്റർമെന്റ്, മൈ പ്രോസ്പെരിറ്റി. അങ്ങനെ ഒരു ദൈവത്തെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് അറിയാം, ട്രസ്റ്റ് ഗോഡ് ഇൻ എവ്രിതിങ്. ഇതായിരുന്നു ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദത്തോട് ആവശ്യപ്പെട്ട നിബന്ധന. Now it is clear. Depend on me on every situation. എല്ലാ കാര്യത്തിനും എന്നെ ആശ്രയിക്കുക, എല്ലാ കാര്യത്തിനും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ട്രസ്റ്റ് ഉണ്ടാവാനാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഈ ട്രസ്റ്റ് ഉണ്ടായാൽ നമുക്ക് ഒത്തിരി 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 മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോകും. മാത്രമല്ല, നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും എല്ലാ ദിവസവും. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുമ്പോഴും നമുക്കറിയാം, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി മായ്ച്ചു കളയാൻ ആർക്കും പറ്റില്ല. നിങ്ങളുടെ ധൈര്യത്തെ കവർന്നെടുക്കാൻ ആർക്കും പറ്റില്ല. അസാധാരണമായ ഒരു ധൈര്യവും ബലവും ദൈവം തരികയും ചെയ്യും.